ഏറെ പ്രിയമുള്ളവരെ, പുരാണങ്ങളെ സംബന്ധിച്ച ഒരു ആലോചനയാണ് ഇന്ന് നടത്താൻ ലക്ഷ്യം വെക്കുന്നത്. ഭാഗവത സപ്താഹ യജ്ഞങ്ങളും പുരാണ പാരായണ സത്രങ്ങളുടെയും ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിച്ചിരിക്കുന്നത്. പുരാണ പാരായണങ്ങളിലൂടെ മോക്ഷം ലഭിക്കുമെന്നും നാമജപത്തിലൂടെയും ഭക്തിയിലൂടെയും ഈശ്വരനെ പ്രാപിക്കാം എന്നുമുള്ള ചിന്തകൾ അവതരിപ്പിച്ചുകൊണ്ട് ഹൈന്ദവാചാര്യന്മാരുടെ ഒരു നീണ്ട നിര ഈ പുരാണ പാരായണ യജ്ഞങ്ങൾക്ക് ഇന്ന് നേതൃത്വം വഹിച്ചു വരികയാണ്. ഈ പുരാണ പാരായണങ്ങൾ കേവലം നിഷ്കളങ്കമാണ് എന്ന് നാം പൊതുവെ വിചാരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ പുരാണങ്ങളിലൂടെ, ഭാഗവത സപ്താഹ യജ്ഞങ്ങളിലൂടെ പങ്കുവെക്കപ്പെടുന്നത് ശാസ്ത്രവിരുദ്ധമായ, മനുഷ്യവിരുദ്ധമായ, അസമത്വങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ജ്ഞാനവ്യവഹാരങ്ങളാണ് ഈ ഗ്രന്ഥങ്ങൾ നിരന്തരം സമൂഹത്തിലേക്ക് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. അത്തരമൊരു സാഹചര്യത്തിലാണ് പുരാണങ്ങളെ സംബന്ധിച്ച ഒരാലോചന നമുക്ക് നടത്തേണ്ടി വരുന്നത്. നമ്മുടെ പൊതുസമൂഹത്തിൽ ബ്രാഹ്മണ്യവൽക്കരണത്തെ, ബ്രാഹ്മണ്യ ആശയങ്ങളെ ഇത്രത്തോളം വ്യാപിപ്പിക്കുന്നതിൽ ഈ പുരാണ പാരായണങ്ങൾക്കുള്ള പങ്ക് ചെറുതൊന്നുമല്ല. ഒരു പുരാതന ലോകബോധത്തെ സ്വാംശീകരിക്കുന്നതും അത് ഉറപ്പിക്കുന്നതിനും ഉപദേശ രൂപേണയുള്ള കഥകൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. മനുസ്മൃതി പോലെയുള്ള, ധർമ്മസൂത്ര ഗ്രന്ഥങ്ങൾ പോലെയുള്ള കൃതികളിൽ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാകട്ടെ, മനുഷ്യവിരുദ്ധമായിട്ടുള്ള നിയമങ്ങളാവട്ടെ, സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളാവട്ടെ, അതെല്ലാം വിധി രൂപേണയാണ് പരാമർശിക്കുന്നതെങ്കിൽ ഈ വിധി രൂപേണ, നിയമരൂപേണ ഇരിക്കുന്ന ഈ ആശയ സംഹിതകളെ കഥകളിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക്, എല്ലാ ജനങ്ങളിലേക്കും സ്വാംശീകരിക്കത്തക്ക രീതിയിൽ ഈ കഥ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് പുരാണങ്ങളുടെ സവിശേഷത. അത് കഥകളിലൂടെ അവതരിപ്പിക്കുമ്പോൾ ആ കഥകൾ ഓരോ മനുഷ്യരും സ്വാംശീകരിക്കുകയും അതനുസരിച്ച് തങ്ങളുടെ ജീവിതക്രമത്തെ തന്നെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പുരാണ പാരായണങ്ങളിലൂടെ പൊതുസമൂഹം എത്തിച്ചേരുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് പുരാണങ്ങളെ സംബന്ധിച്ച ഒരു ആലോചന നമുക്ക് നടത്തേണ്ടി വരുന്നത്. ഇത് കേവലം പുരാണങ്ങൾ സമ്പൂർണമായ അന്ധവിശ്വാസത്തെയാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള കാഴ്ചപ്പാടിൽ, അത് തീർത്തും തിരസ്കരിച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് പുരാണങ്ങളെ സംബന്ധിച്ച ഒരു ആലോചന നടത്തേണ്ടി വരുന്നത്. എന്തെന്നാൽ മുഴുവൻ ജനസമൂഹവും ഇടപെട്ട് നിൽക്കുകയും അവരുടെ വിശ്വാസത്തിന്റെ, സാംസ്കാരിക പ്രവർത്തികളുടെ ഭാഗമായി പുരാണങ്ങൾ ഇരിക്കുകയും മുഴുവൻ ജനസമുദായത്തിന്റെയും താല്പര്യങ്ങളുടെയും അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ ജീവിതക്രമത്തെ തന്നെ നിശ്ചയിക്കുന്നതിൽ, നിലനിർത്തുന്നതിൽ പുരാണങ്ങൾക്കുള്ള പങ്ക് ചെറുതൊന്നുമല്ല. അപ്പൊ അയ്യപ്പനെ സംബന്ധിച്ചൊരു കഥ തന്നെ പരിശോധിച്ചാൽ, അയ്യപ്പൻ മോഹിനിപുത്രനാണ് എന്നൊക്കെയുള്ള കഥകളിലൂടെയാണ് അത് പ്രചരിക്കപ്പെടുന്നത്. അതിന് മറ്റ് തെളിവുകളൊന്നും വേണ്ടതില്ല. അതായത് പുരാണ കഥകളെ സംബന്ധിച്ച് തെളിവുകൾക്കല്ല പ്രാധാന്യം, കഥാരൂപേണ ആ ആശയം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പുരാണങ്ങളെ സംബന്ധിച്ച പ്രത്യേകത. കഥകളിലൂടെ ഈ ആശയങ്ങളെ, ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും മനുസ്മൃതിയും ഒക്കെ മുന്നോട്ട് വെച്ച ജാതിവർണ്ണ ധർമ്മ കേന്ദ്രിതമായ വ്യവസ്ഥയെ കഥകളിലൂടെ ജനങ്ങളിലേക്ക് പ്രക്ഷേപിക്കുന്നു എന്നുള്ളതാണ് പുരാണങ്ങളുടെ പ്രത്യേകത. അങ്ങനെ അതിനെ ഉറപ്പിക്കുകയും നരകസങ്കല്പം, സ്വർഗസങ്കല്പം, പാപപുണ്യ സങ്കല്പങ്ങൾ, ഇത്തരം സങ്കല്പങ്ങളെയെല്ലാം പൊതുജനങ്ങൾക്ക് ഉപദേശ രൂപേണയുള്ള കഥകളിലൂടെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ സമ്പൂർണമായ ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷന് വിധേയമാക്കുന്നതിന് പുരാണങ്ങൾ വലിയ അർത്ഥത്തിൽ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിമർശനാത്മകമായി പുരാണത്തെ വായിക്കുകയും സാംസ്കാരികവും ചരിത്രപരമായും ഇത്തരം ഗ്രന്ഥങ്ങളെ നാം പരിശോധിക്കേണ്ടതാണ്. അത് ഒരർത്ഥത്തിൽ പുരാണങ്ങളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയല്ല, പുരാണങ്ങളിൽ ആമഗ്നരായി
അതിലെ കഥകൾ വിശ്വസിക്കുകയും അതെന്തൊക്കെയോ ദിവ്യമായ കഥകളാണ് പറഞ്ഞു വെക്കുന്നതെന്നും മുഴുവൻ മനുഷ്യ സമുദായത്തിനും വേണ്ടിയുള്ള ചില ഉപദേശങ്ങൾ, ചില നന്മയുടെ തത്വങ്ങൾ പുരാണങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന വ്യാജേനയാണ് പുരാണ കഥകൾ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഭാഗവത സപ്താഹ യജ്ഞങ്ങൾക്ക് വലിയ പ്രചാരം ലഭിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയതിന്റെ ചരിത്രം തന്നെ 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണല്ലോ അത്തരം ചില മാറ്റങ്ങൾ തന്നെ സംഭവിക്കുന്നത്. ഇന്നാകട്ടെ ഈ ഭാഗവത സപ്താഹ യജ്ഞം കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ മിക്കവാറും ക്ഷേത്രങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരമൊരു പുരാണ പാരായണ യജ്ഞം നടക്കുകയും ഈ പുരാണ പാരായണ യജ്ഞത്തിലൂടെ തികച്ചും മനുഷ്യവിരുദ്ധമായ, സ്ത്രീ വിരുദ്ധമായ, പിന്നെ ദളിത് വിരുദ്ധമായ, സായൻസിക വിരുദ്ധമായ ആശയങ്ങൾ പ്രക്ഷേപിച്ചുകൊണ്ട് സമൂഹത്തെ ഒരു പുരാതന ലോകബോധത്തിലേക്ക് ആനയിപ്പിക്കുവാനാണ് ഈ പുരാണ പാരായണത്തിലൂടെ ചില ആചാര്യന്മാർ ചെയ്തു വരുന്നത്. അതുകൊണ്ടാണ് ഒരു വിമർശനാത്മക അവബോധത്തിൽ നിൽക്കുന്ന സാംസ്കാരിക പ്രവർത്തകരും പണ്ഡിതരും ഗവേഷകരും ഒക്കെ തന്നെ പുരാണങ്ങളെ സംബന്ധിച്ചുള്ള ആലോചനകളിലേക്ക് കടക്കേണ്ടി വരുന്നത്. അത് ഒരു വേള ഈ പുരാണങ്ങൾ എന്താണ് വിശദീകരിക്കുന്നതെന്നും അതിന്റെ സാംസ്കാരിക പരിതസ്ഥിതികൾ എന്തൊക്കെയാണെന്നും ചരിത്രപരമായി കൂടി നാം പുനരാലോചിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലൊരു സാംസ്കാരിക സാഹചര്യത്തിലാണ് വ്യക്തിപരമായി പുരാണങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ആലോചനയിലേക്ക് കടക്കുന്നത് എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കട്ടെ. പുരാണങ്ങളുടെ എണ്ണം എത്രയൊക്കെയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. 18 മഹാപുരാണങ്ങൾ ആണ് ഉള്ളത്. വായു, ബ്രഹ്മാണ്ഡം, വിഷ്ണു, മത്സ്യം, മാർക്കണ്ഡേയം, ഭാഗവതം, കൂർമ്മപുരാണം, വാമനം, വരാഹപുരാണം, സ്കന്ദപുരാണം, ലിംഗപുരാണം, അഗ്നിപുരാണം, ഗരുഡപുരാണം, ബ്രഹ്മപുരാണം, പത്മപുരാണം, ബ്രഹ്മവൈവർത്തം, നാരദീയം, ഭവിഷ്യം എന്നിങ്ങനെ ഉള്ള 18 മഹാപുരാണങ്ങളാണ് ഇന്ത്യയിൽ മഹാപുരാണങ്ങളായി അറിയപ്പെടുന്നത്. ഉപപുരാണങ്ങളും ധാരാളമായി രചിക്കപ്പെടുന്നുണ്ട്. ആർ.സി. ഹസ്ര അദ്ദേഹത്തിന്റെ പഠനത്തിൽ 100-ലധികം ഉപപുരാണങ്ങൾ രചിക്കപ്പെടുന്നതായി സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായി ഈ പുരാണങ്ങളെ സംബന്ധിച്ച ഒരു ആമുഖ രൂപേണ സൂചിപ്പിച്ചതിന് ശേഷം അതിന്റെ ചർച്ചയിലേക്ക് കടക്കാം. അപ്പൊ ഹസ്ര അദ്ദേഹത്തിന്റെ പഠനത്തിൽ ഉപപുരാണങ്ങളെ സൗരവെന്നും വൈഷ്ണവെന്നും ശാക്തവെന്നും ഒക്കെ പല രീതിയിൽ തരംതിരിക്കുന്നുണ്ട്. അത് ഉപരിപ്ലവമായ ഒരു തരംതിരിക്കൽ മാത്രമാണ്. അതിനൊക്കെ അപ്പുറമാണ് പുരാണങ്ങളുടെ വേർതിരിവുകൾ ചെന്ന് നിൽക്കുന്നത്. കാരണം ഗാണപത്യം എന്ന് പറയുന്ന ഒരു ശാഖ അങ്ങനെ പല കാര്യങ്ങളെ സമർത്ഥിക്കാൻ വേണ്ടി ചില ദേവതകളെ ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടി, ചില ജാതികളെ ഉയർത്തിക്കാട്ടുന്നതിനൊക്കെ വേണ്ടി തന്നെ പുരാണങ്ങൾ രചിക്കപ്പെടുന്നു. അത്തരം പുരാണങ്ങളെ വിജയനാഥ് അവരുടെ പുരാണാസ് ആൻഡ് അക്കൾച്ചറേഷൻ എന്നുള്ള പഠനത്തിൽ ജാതി പുരാണങ്ങൾ എന്നാണ് വിജയനാഥ് വിവരിക്കുന്നത്. അതായത് ഓരോ കാലത്തെ സൃഷ്ടിക്കപ്പെട്ട ജാതി ബ്രാഹ്മണർ അവരുടെ തങ്ങളുടെ ജാതി മേൽക്കോയ്മ സ്ഥാപിക്കുന്നതിനാണ്, ജാതിയിൽ ഉയർന്നവരാണ് തങ്ങളെന്നും ജാതിയിൽ ശ്രേഷ്ഠരായ അവരുടെ ഉൽപ്പത്തിയെ പറ്റി ചില സിദ്ധാന്തങ്ങൾ പുരാണങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പുരാണങ്ങളാണ് ജാതി പുരാണങ്ങൾ. ഉദാഹരണം, ധർമാരണ്യ പുരാണം എന്ന് പറയുന്ന ഒരു പുരാണമുണ്ട്. അത് മോദബ്രാഹ്മണരുടെ വംശോൽപത്തി സിദ്ധാന്തം, അവരുടെ വംശചരിതമാണ് ഈ ധർമാരണ്യ പുരാണത്തിൽ വിവരിക്കുന്നത്. അതുപോലെ വാലഖില്യ പുരാണം, അതായത് അത് ജരോള ബ്രാഹ്മണർ അവരുടെ വംശചരിത്രത്തെ പറ്റിയാണ് ഈ വാലഖില്യ പുരാണത്തിൽ സൂചിപ്പിക്കുന്നത്. മറ്റൊരു പുരാണമാണ് മല്ലപുരാണം. മല്ലപുരാണത്തിൽ സൂചിപ്പിക്കുന്നത് മല്ലബ്രാഹ്മണരെ പറ്റിയാണ്. ഇങ്ങനെ ഓരോ ജാതികളുടെ ഉൽപ്പത്തിയെ പറ്റിയും ആ ജാതികളുടെ ശ്രേഷ്ഠതയെ പറ്റിയും തന്നെ വിവരിക്കുന്ന നിരവധി ജാതി പുരാണങ്ങൾ ഇന്ത്യയിൽ രചിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കുലപുരാണങ്ങൾ, അതായത് ആർട്ടിസാനൽ കമ്മ്യൂണിറ്റിയുടെ ചരിത്രം വിവരിക്കുന്ന ധാരാളം കുലപുരാണങ്ങൾ ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് വിശ്വകർമ്മ പുരാണം, ദേവാംഗ പുരാണം, ഇതൊക്കെ ഈ വിശ്വകർമ്മജര് ജാതിയിൽ ഏറ്റവും ഉന്നതരാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം പുരാണങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ അതാത് ജാതികളുടെ മഹത്വം പ്രതിപാദിക്കത്തക്ക രീതിയിൽ ഓരോ ജാതികളും തങ്ങളാണ് ശ്രേഷ്ഠർ എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി നിരവധി ജാതീയ പുരാണങ്ങൾ ഇന്ത്യയിൽ എഴുതപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സ്ഥലപുരാണങ്ങൾ. ഇപ്പം നമ്മുടെ കാലഘട്ടത്തിൽ അറിയാം, തീർത്ഥാടനം വലിയ രീതിയിൽ പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കലിയുഗത്തിൽ തീർത്ഥാടന സ്ഥലികളിൽ സന്ദർശിക്കുന്നതും അവിടുത്തെ ഭജനവും പൂജനയും ആരാധനയും എല്ലാം മോക്ഷപദവിക്ക് നമ്മളെ അർഹമാക്കുമെന്നും ഒക്കെയുള്ള സിദ്ധാന്തം വിശ്വാസവും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന് വളരെ പഴക്കം ചെന്ന ഒരു ചരിത്രമുണ്ട് ഈ തീർത്ഥാടനത്തെ പറ്റി. അത് ഞാൻ പിന്നീട് സൂചിപ്പിക്കാം.
അപ്പൊ ധാരാളം സ്ഥല പുരാണങ്ങൾ അതാത് സ്ഥലങ്ങളുടെ പ്രാമുഖ്യത്തെ പറ്റി, ഓരോ സ്ഥലങ്ങളുടെയും സവിശേഷതകളെ പറ്റിയൊക്കെ സൂചിപ്പിക്കുന്ന ധാരാളം സ്ഥല പുരാണങ്ങൾ രചിക്കപ്പെടുന്നുണ്ട്. നീലമത പുരാണം, അതായത് കാശ്മീരിന്റെ മഹത്വത്തെ പറ്റിയാണ് നീലമത പുരാണത്തിൽ പറയുന്നത്. സരസ്വതി പുരാണം ഗുജറാത്തിന്റെ മഹത്വത്തെ പറ്റി. ഇങ്ങനെ ധാരാളം ഓരോരോ ദേശങ്ങളെ പറ്റി, ആ ദേശങ്ങളുടെ മഹത്വത്തെ പറ്റി സൂചിപ്പിക്കുന്ന നിരവധി പുരാണങ്ങൾ രചിക്കപ്പെടുന്നുണ്ട്. ഇപ്പോ ഗരുഡ പുരാണം എടുത്തു കഴിഞ്ഞാൽ ഗരുഡ പുരാണത്തിൽ ഗയയുടെ മാഹാത്മ്യത്തെ പറ്റി, ഗയയിൽ പോയി പിതൃബലി ചെയ്താൽ എന്തൊക്കെയാണ് അവിടെ ആ ഗുണങ്ങൾ ലഭിക്കുക എന്ന് വിവരിക്കുന്ന ഒരു പുരാണമാണ് ഗരുഡ പുരാണം. അതുപോലെ തന്നെ ധാരാളം പുരാണങ്ങൾ തമിഴ് ഭാഷയിൽ രചിക്കപ്പെടുന്നു. ജൈന പുരാണങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ നിരവധിയായ പുരാണങ്ങളുടെ ഒരു വിപുലമായ പാരമ്പര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഗ്രന്ഥങ്ങളുടെ കർത്തൃത്വം ആരാണ് ഇതെല്ലാം എഴുതിയത് എന്നൊരു ചർച്ച മിക്കവാറും നടക്കാറുണ്ട്. ഈ പുരാണങ്ങളുടെ എല്ലാം കർത്തൃത്വം മിക്കവാറും ആരോപിക്കപ്പെടുക വ്യാസനിലാണ്. വ്യാസനാണ് ഈ പുരാണങ്ങളെല്ലാം രചിച്ചതെന്നാണ് ഭാഗവത പുരാണം ഉൾപ്പെടെയുള്ള പുരാണങ്ങളിൽ കാണുക. എന്നാൽ ചരിത്രപരമായ പരിശോധനയിൽ നമുക്ക് ബോധ്യപ്പെടുക, ഒരു കൂട്ടം ആളുകൾ പല പല കാലഘട്ടങ്ങളിലായി എഴുതി കൂട്ടിയവയാണ് പുരാണങ്ങളെന്ന് പുരാണങ്ങളുടെ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ പുരാണങ്ങളെ പറ്റി ഒരു പുരാണ ലക്ഷണം തന്നെ പറയുന്നുണ്ട്. അതായത് സർഗശ്ച പ്രതിസർഗശ്ച വംശോ മന്വന്തരാണിജ വംശാനുചരിതം ചെയ്വ പുരാണം പഞ്ചലക്ഷണം എന്നിങ്ങനെ പുരാണത്തിനൊരു ലക്ഷണം പറയുന്നുണ്ട്. അതായത് സർഗശ്ച സർഗവും സൃഷ്ടിയും സംഹാരവും വംശചരിതവും രാജാക്കന്മാരുടെയും മറ്റു കുലമഹിമയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കൃതിയെ പറ്റിയാണ് പുരാണം പഞ്ചലക്ഷണം എന്നതിലൂടെ പറഞ്ഞു വെക്കുന്നത്. പുരാണങ്ങളുടെ സംഖ്യ, പ്രധാനപ്പെട്ട മഹാപുരാണങ്ങളായി അറിയപ്പെടുന്നത് ഈ 18 പുരാണങ്ങളാണ്. ആ 18 എന്നുള്ള സംഖ്യ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മഹാഭാരതത്തിലും 18 പർവ്വങ്ങളാണുള്ളത്. ഭഗവത്ഗീതയുടെ 18 അധ്യായങ്ങൾ, ഇതെല്ലാം പരസ്പരം ചേർത്ത് വായിക്കേണ്ടതാണ്. ഈ ഭാരതത്തിന്റെ ഒരു സങ്കല്പത്തിൽ 18 എന്ന് പറയുന്ന സംഖ്യക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യം ഈ 18 മഹാപുരാണങ്ങൾക്കും ലഭിക്കുന്നുണ്ട്. തന്നെയുമല്ല, ഒരു വ്യാസനല്ല ഈ കൃതികളുടെ കർത്തൃത്വം ആരോപിക്കുക. വായുപുരാണത്തിലും വിഷ്ണു പുരാണത്തിലും 28 വ്യാസന്മാരെ പറ്റി പരാമർശിക്കുന്നുണ്ട്. 28 വ്യാസന്മാരാണ് ഈ പുരാണങ്ങൾ രചിച്ചതെന്നാണ് വായുപുരാണത്തിലും വിഷ്ണു പുരാണത്തിലും സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കഥകൾ പറഞ്ഞുകൊണ്ട് നടന്നത് ആരാണെന്നുള്ളതാണ് നാം പ്രധാനമായി ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം. ഇത് ആദ്യകാലം മുതൽ തന്നെ ബ്രാഹ്മണർ എഴുതി ഉണ്ടാക്കിയ പുരാണങ്ങളിലൂടെ ഈ കഥകൾ വ്യാപിക്കുകയായിരുന്നില്ല. സൂതമാഗതാദികളെ പറ്റി പുരാണങ്ങളിൽ പരാമർശമുണ്ട്. സൂതന്മാരും മാഗധന്മാരും ഒക്കെയാണ് ഈ പുരാണങ്ങളുടെ കഥകൾ ആലാപനം ചെയ്തിരുന്നത് എന്ന് പുരാണങ്ങളിൽ തന്നെ കാണാം. സൂതൻ നൈമിഷാരണ്യത്തിൽ കഥ പറഞ്ഞതിനെ പറ്റി ഒക്കെയുള്ള പല പരാമർശങ്ങളും ഭാഗവതം ഉൾപ്പെടെയുള്ള നിരവധി ഗ്രന്ഥങ്ങളിൽ കാണും. വായുപുരാണം അനുസരിച്ച്, മനുസ്മൃതി അനുസരിച്ച്, യാജ്ഞവൽക്യ സ്മൃതി അനുസരിച്ച് പ്രതിലോമ വിവാഹത്തിൽ ഉണ്ടാകുന്ന സന്താനങ്ങളാണ് സൂതനും മാഗധന്മാരും ഒക്കെ. അതായത് പ്രതിലോമ വിവാഹം എന്ന് പറഞ്ഞാൽ സവർണ വിവാഹമല്ല, സവർണരെ കീഴാള ജാതിക്കാരായിട്ടുള്ള പിന്നോക്ക ജാതി വിഭാഗത്തിൽപ്പെട്ട ശൂദ്രരോ അതിശൂദ്രരോ ആയിട്ടുള്ള ആളുകൾ സവർണ ജാതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അതിലുണ്ടാകുന്ന സന്താനങ്ങളെയാണ് പ്രതിലോമ സന്താനങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ പ്രതിലോമ സന്താനങ്ങളാണ് ഈ സൂതന്മാരും മാഗധികളും. ഒരർത്ഥത്തിൽ കേരളത്തിലെ അമ്പലവാസികളുടെ ചരിത്രം അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ടത്. കേരളത്തിലെ ബ്രാഹ്മണർക്ക് ഇതര ശൂദ്രരിലോ മറ്റു വിഭാഗങ്ങളിലോ ഒക്കെ ഉണ്ടായ ഒരു വിഭാഗമാണ് ഈ അമ്പലവാസികൾ എന്ന് പറഞ്ഞാൽ. പിശാരടി ആയാലും വാര്യരാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അമ്പലവാസി വിഭാഗമുണ്ട്. ഇവരാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ബ്രാഹ്മണ്യത്തെ താഴേക്കിടയിലേക്ക് പ്രക്ഷേപിച്ചുകൊണ്ടിരുന്നത്. ഈ അമ്പലവാസി വിഭാഗങ്ങളാണ്. അമ്പലവാസി വിഭാഗങ്ങൾക്ക് ഒരേ സമയം മേലാളരായ ബ്രാഹ്മണരും കീഴാളരായ മറ്റു ജനസഞ്ചയങ്ങളുമായി ഒരേ സമയം ഒരു ഇടനില ബന്ധം അമ്പലവാസി വിഭാഗത്തിന് സൂക്ഷിക്കാൻ പറ്റിയിരുന്നു. ഇത്തരം ഒരു ബന്ധത്തിലൂടെ ബ്രാഹ്മണ്യത്തിന്റെ സംസ്കാരത്തെ താഴേക്കിടയിലേക്ക് പ്രക്ഷേപിച്ചത് ഇത്തരം വിഭാഗം. ഇതേ സ്ഥാനമാണ് സൂതന്മാർക്കും മാഗധന്മാർക്കും ഉണ്ടായിരുന്നു. ജനസഞ്ചയത്തിന്റെ ഇടയിൽ നിന്ന കഥകളെ ബ്രാഹ്മണ്യത്തിന്റെ ചേരുവ ചേർത്ത് പിൻകാലത്ത് ബ്രാഹ്മണർ എഴുതിക്കൂട്ടിയ ഗ്രന്ഥങ്ങളിലേക്ക് ഈ ആശയങ്ങൾ ചെന്നു ചേരുമ്പോഴാണ് ഇത് സമ്പൂർണമായ ബ്രാഹ്മണ്യ ആശയ സംഹിതയ്ക്കകത്ത് പുരാണങ്ങൾ സ്ഥാനം പിടിക്കുന്നത്. ജനസഞ്ചയത്തിനിടയിൽ നിന്നൊരു കഥ നരകത്തിന്റെയും പാപത്തിന്റെയും പുണ്യത്തിന്റെയും ചില ആചാരാനുഷ്ഠാനങ്ങൾ സ്ഥാപിക്കുക എന്ന ആവശ്യത്തോടു കൂടിയായിരിക്കും കഥകൾ സൃഷ്ടിക്കപ്പെടുക. കഥകൾ കേവലം കഥകളല്ല എന്ന് സാരം. ചില ആശയങ്ങൾക്ക് വേണ്ടിയാണ് പുരാണങ്ങളിൽ കഥകൾ നിലകൊള്ളുന്നത്. അതായത് ഒരു സമൂഹത്തെ നിയന്ത്രിക്കുന്നതിന് ഒരു നിയമം ഉണ്ടാക്കണം, സമൂഹത്തെ നിയന്ത്രിച്ചു നിർത്തണം. ബ്രാഹ്മണ്യം മുന്നോട്ട് വെക്കുന്ന സദാചാരം സമൂഹത്തിൽ നിലനിർത്തണം. ഉദാഹരണമായിട്ട് വർണ്ണക്രമം അനുസരിച്ച് സ്ത്രീകൾ ജീവിക്കണം. അതായത് ചാതുർവർണ്ണ സിദ്ധാന്തം അനുസരിച്ച് സ്ത്രീകൾ ജീവിക്കണം. ഇതര വർണ്ണത്തിൽപ്പെട്ടവരെ സ്ത്രീകൾ
പരിഗ്രഹിക്കാൻ പാടില്ല, വിവാഹം കഴിക്കാൻ പാടില്ല. അതെങ്ങനെ തടയും? അത് തടയണമെങ്കിൽ പുരാണങ്ങൾക്ക് യാതൊരു സംശയവുമില്ല, ഇതര വർണ്ണത്തിൽ പെട്ടവരെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നരകത്തിൽ പതിക്കും എന്നൊരു കഥ പുരാണങ്ങൾ സൃഷ്ടിക്കും. ഈ നരകഭയത്തിലൂടെ ഈ ചാതുർവർണ്ണയബദ്ധമായ ഒരു സമൂഹത്തിന്റെ സ്ഥാപനയ്ക്ക് പുരാണ കഥകളിലൂടെ സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ വിജയം. ഓരോ ആശയങ്ങളെയും, മനുസ്മൃതിയൊക്കെ ആ അർത്ഥത്തിൽ പരാജയപ്പെട്ട ഒരു സ്ഥാനത്ത് വലിയ വിജയം പുരാണങ്ങൾ കൈവരിക്കുന്നു. കാരണം മനുസ്മൃതിയിലും ധർമ്മസൂത്രങ്ങളിലും ഒക്കെ പറയപ്പെട്ടിരിക്കുന്ന വിധി നിയമങ്ങൾ ശാശ്വതമായ സ്ഥാനം നേടുകയും ജനജീവിത സഞ്ചയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നതും കഥാരൂപേണയുള്ള പുരാണങ്ങളിലൂടെ. അത് ചില ഉദാഹരണങ്ങളോട് ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന ഗ്രന്ഥം എഴുതിയ വിന്റർനെറ്റ് സൂചിപ്പിക്കുന്നത് പുരാണങ്ങൾ രചിച്ചത് ഹാഫ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പുരോഹിതന്മാരാണ് എന്ന് വിന്റർനെറ്റ്സ് ഒരിടത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതെന്തു തന്നെയും ആകട്ടെ, ഞാൻ അവരുടെ എഡ്യൂക്കേഷനെ സംബന്ധിച്ചുള്ള ചർച്ചയല്ല, മറിച്ച് പുരാണങ്ങൾ ധാരാളം വിഭിന്ന വിഷയങ്ങളുടെ ഒരു സംയോജിത ഗ്രന്ഥമായിരുന്നു. അഗ്നിപുരാണത്തെയൊക്കെ ഇന്റർനെറ്റ്സ് വിശേഷിപ്പിക്കുന്നത് വിജ്ഞാന കോശമെന്ന്. ധാരാളം കാവ്യം, ഗജശാസ്ത്രം, വാസ്തുവിദ്യ, അതിന്റെ നിർമ്മാണ പ്രക്രിയകൾ, രത്നശാസ്ത്രം, ഭക്ഷണം ഉണ്ടാക്കേണ്ട വിധം, ഇങ്ങനെ നിരവധിയായ വിഷയങ്ങൾ, അക്കാലത്ത് നിലനിൽക്കുന്ന എല്ലാവിധ വിജ്ഞാനങ്ങളെയും ആർജിച്ച ഒരു ഗ്രന്ഥ പാരമ്പര്യമായി പുരാണങ്ങൾ ആ അർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട്. ധാരാളം ഫോക്ക് എലമെന്റ്സിന്റെ സ്വാധീനം പുരാണങ്ങളിൽ കാണാം. നാടോടി ജനസഞ്ചയത്തിൽ വികസിച്ചിരുന്ന കഥകളെ ഒക്കെ തന്നെ ഈ പുരാണങ്ങൾ സ്വാംശീകരിക്കുന്നുണ്ട്. പുരാണാസ് ആൻഡ് അക്കൾച്ചറേഷൻ എന്ന ഗ്രന്ഥത്തിൽ വിജയനാഥ് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആദിമ നിവാസികളുടെയിൽ, ഗോത്ര സമുദായങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന പല കഥകളെയും ബ്രാഹ്മണ്യം സ്വാംശീകരിക്കുകയും പുരാണങ്ങളിലേക്ക് ആ കഥകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നതിനെ പറ്റി വിജയനാഥ് എന്ന് പറയുന്ന ചരിത്ര പണ്ഡിത അവരുടെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അവർ പുരാണാസ് ആൻഡ് അക്കൾച്ചറേഷൻ, ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ എന്ന പ്രോസസ് കൊണ്ട് വിശദീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആദിമകാലത്ത് തന്നെ ഗോത്ര സമുദായങ്ങൾക്കിടയിലേക്ക് എങ്ങനെയാണ് ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ നടക്കുന്നത് എന്ന് പുരാണങ്ങളെ മുൻനിർത്തി അവർ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയെന്നാൽ, ഗോത്ര സമുദായത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട പുരോഹിതന്മാർ ബ്രാഹ്മണരായി മാറുന്ന ഒരു പ്രക്രിയയെ പറ്റിയാണ് അവർ പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഗോത്ര സമുദായത്തിലെ പുരോഹിതന്മാർ ഉപനയനം നടത്തി ബ്രാഹ്മണരായി മാറുന്ന നിരവധി ഉദാഹരണങ്ങൾ വിജയനാഥ് ഉദാഹരണ സഹിതം അവരുടെ ചരിത്ര ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ആനുഷംഗികമായി പരാമർശിച്ചു എന്ന് മാത്രം. ഈ പുരാണങ്ങളുടെ രചനാകാലത്തെ പറ്റിയാണ് നമ്മുടെ മറ്റൊരു ചർച്ചാ വിഷയം. ഞാൻ എല്ലാ പുരാണങ്ങളുടെയും രചനാകാലത്തെ പറ്റി സുദീർഘമായ ചർച്ചയിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പൊ വായുപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, മത്സ്യപുരാണം, വിഷ്ണു, മാർക്കണ്ഡേയം എന്നൊക്കെ പറയുന്ന പുരാണങ്ങൾ ഇന്ന് കാണുന്ന രീതിയിൽ അവസാനമായി രൂപം കൊണ്ടുന്നത് AD 600, പുതുവർഷം 600-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം അതിന്റെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വരുന്നത്. ഭാഗവത പുരാണം ഏതാണ്ട് AD 900 കൂടിയാണ് ഭാഗവത പുരാണം ഇന്ന് കാണുന്ന രൂപത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. അതുപോലെ വാമനം, കൂർമ്മം, സ്കന്ദം, നാരദീയം, ലിംഗം, വാരാഹം, ഇതെല്ലാം AD 600-നും AD 1000-നും ഇടയ്ക്കാണ് അത്തരം ഗ്രന്ഥങ്ങളെല്ലാം രൂപപ്പെടുന്നത്. ഭവിഷ്യപുരാണമാകട്ടെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കാലത്താണ് അതിന്റെ രചനയുടെ അവസാന ഘട്ടം പൂർത്തിയാക്കുന്നത്. കാരണം വെള്ളക്കാരെ പറ്റിയുള്ള പരാമർശങ്ങൾ, യൂറോപ്യന്മാരെ പറ്റിയുള്ള പരാമർശങ്ങൾ, ഇസ്ലാമിക കടന്നുവരവിനെ പറ്റിയുള്ള പരാമർശങ്ങളൊക്കെ തന്നെ നമുക്ക് ഭവിഷ്യപുരാണത്തിൽ കാണാൻ സാധിക്കും. ബ്രഹ്മവൈവർത്തം എന്ന് പറയുന്ന പുരാണം AD 700-നും 1300-നും ഇടയിലാണ് ബ്രഹ്മവൈവർത്തം എന്ന് പറയുന്ന പുരാണം. പത്മപുരാണമാകട്ടെ AD 900-നും 1500-നും ഇടയിൽ. ഉപപുരാണങ്ങളുടെ കാലഘട്ടത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ 7-8 നൂറ്റാണ്ടുകളിലായിട്ടാണ് ഈ ഗ്രന്ഥങ്ങളുടെ ഉപപുരാണങ്ങളുടെ രചന നടന്നത് എന്ന് PV കാനെ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഓഫ് ധർമ്മശാസ്ത്ര എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ ഉപപുരാണങ്ങൾ എന്നൊരു വാക്ക് പ്രധാനപ്പെട്ട ഒരു വിജ്ഞാനകോശ ഗ്രന്ഥമായ അമരകോശം എന്ന് പറയുന്ന നിഘണ്ടുവിൽ അത്തരം പരാമർശങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇനി മറ്റൊന്ന് പുരാണങ്ങളുടെ രചനാപ്രദേശത്തെ സംബന്ധിച്ചാണ്. അതായത് ഇന്ന് ഒരു സാർവദേശീയ ഗ്രന്ഥമായി പുരാണങ്ങൾ മാറിക്കഴിഞ്ഞു. എല്ലാ ദേശത്തും എല്ലാ കാലത്തും നമുക്ക് കൊണ്ടു നടക്കാവുന്ന ഒരു ഗ്രന്ഥപാരമ്പര്യമായി പുരാണങ്ങൾ മാറിക്കഴിഞ്ഞു. ആ നിലയ്ക്ക് നമുക്ക് പുരാണങ്ങളുടെ രചനാദേശത്തെ പറ്റി കൂലങ്കഷമായി ചർച്ച നടത്തേണ്ടതുണ്ട്. ബ്രഹ്മാണ്ഡ പുരാണമൊന്നും ഈ കേരളത്തിന് ബാധകമായ ഒരു പുരാണങ്ങളും ഇല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നിപ്പോ പുരാണങ്ങൾ എല്ലാവരും കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യക്ക് മുഴുവൻ ബാധകമായ ഒരു പുരാണങ്ങൾ ഇന്ത്യയിൽ തന്നെ രചിക്കപ്പെടുന്നത് ബ്രഹ്മാണ്ഡ പുരാണമാണെങ്കിൽ നമ്മുടെ സഹ്യ മൗണ്ടൈൻസിന്റെ നോർത്തേൺ എക്സ്ട്രിമിറ്റിയിലാണ് ബ്രഹ്മാണ്ഡ പുരാണം രചിക്കപ്പെടുന്നത്. മാർക്കണ്ഡേയ പുരാണമാണെങ്കിൽ ഇന്ത്യയുടെ വെസ്റ്റേൺ റീജിയനിലാണ് മാർക്കണ്ഡേയ പുരാണം രചിക്കപ്പെടുന്നത്. മത്സ്യപുരാണം അതുപോലെ വെസ്റ്റേൺ ഇന്ത്യയിലാണ് രചിക്കപ്പെടുന്നത്.
HP ശാസ്ത്രിയെ പോലെയുള്ളവർ അവകാശപ്പെടുന്നത് മത്സ്യപുരാണം രചിക്കപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് എന്ന് അദ്ദേഹം പഠനത്തിലൂടെ പറയുന്നുണ്ട്. RC ഹസ്രയെ പോലെയുള്ളവർ മത്സ്യപുരാണം നർമ്മദ റീജിയനിലാണ് എന്ന് അദ്ദേഹത്തിന്റെ പഠനത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. വളരെ പ്രസിദ്ധമായ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ, ഭാഗവത പുരാണം ഇന്ന് സപ്താഹയജ്ഞങ്ങളിലൊക്കെ വളരെ പ്രസിദ്ധമായ സ്ഥാനം നേടുകയും എല്ലാ വീടുകളിലും പാരായണം, രാമായണം പോലെ എല്ലാ വീടുകളിലും പാരായണം ചെയ്യുന്ന ഒരു ഗ്രന്ഥമായി ഭാഗവത പുരാണം നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. ഇത് തമിഴ് ഭാഷാ പ്രദേശത്താണ് ഇതിന്റെ ഉൽപ്പത്തി എന്ന് CV വൈദ്യയെ പോലെയുള്ള ഗ്രിയർസറിനെ പോലെയുള്ള പണ്ഡിതന്മാർ ഇത് തമിഴ് ഭാഷാ പ്രദേശത്താണ് ഇതിന്റെ ഉൽപ്പത്തി എന്ന് പറയുന്നുണ്ടെങ്കിലും ഡെക്കാൻ പ്രദേശവുമായിട്ടുള്ള ഭാഗവത പുരാണത്തിന്റെ ബന്ധം സവിശേഷമായി മറ്റു ചില പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു കൂടിയുണ്ട്. ബ്രഹ്മവൈവർത്ത പുരാണമാണെങ്കിൽ ബംഗാൾ ഭാഗത്താണ് അതിന്റെ രചന. ഗരുഡപുരാണമാണെങ്കിൽ ബീഹാറിലെ മിഥിലയാണ് ഗരുഡപുരാണത്തിന്റെ പ്രദേശം. ഗരുഡപുരാണമാണ് ബലിയെ പറ്റി, പിതൃബലികളെ പറ്റി, പിതൃക്കൾക്ക് ഈ പിതൃക്കളുമായി ബന്ധപ്പെട്ട മരിച്ച ആത്മാക്കൾക്ക് മോക്ഷം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഈ പറയുന്ന പിതൃബലി എന്ന് പറയുന്ന സങ്കല്പം അതിന്റെ ഏറ്റവും മൂർത്തമായ ആശയമായി മാറുന്നത് ഗരുഡപുരാണത്തിലാണ്. അല്ലെങ്കിൽ ഈ പിതൃബലിക്ക് ഒരു വലിയ പ്രചാരം കൊടുക്കുന്നത് ഗരുഡപുരാണത്തിലാണ്. ബീഹാറിലെ മിഥിലയിലാണ് ഈ ഗരുഡപുരാണം രചിക്കപ്പെടുന്നത്. അങ്ങനെ കരുതാൻ മുഖ്യ കാരണം ബലിയിടാനുള്ള ഒരു പ്രധാനപ്പെട്ട പുണ്യസ്ഥലിയായി ഗയയെ പറ്റി ഗരുഡപുരാണത്തിൽ പരാമർശിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ബ്രഹ്മപുരാണം, അത് ഗോദാവരി നദീ തടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പറയുന്ന ബ്രഹ്മപുരാണം രചിക്കപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പുരാണമായ സ്കന്ദപുരാണം, സ്കന്ദപുരാണത്തിലെ നാഗരഖണ്ഡവും പ്രവാസഖണ്ഡവും ഒക്കെ രചിക്കപ്പെട്ടത് ഗുജറാത്തിലാണ് എന്ന് പണ്ഡിതന്മാർ അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ പത്മപുരാണം ബംഗാളിലും സൗത്ത് ഇന്ത്യയിലുമായി രചിക്കപ്പെട്ട ഒരു പുരാണമാണ്. കാളികാപുരാണമാകട്ടെ നമ്മുടെ ആസാമിലെ കാമരൂപ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് കാമരൂപ ക്ഷേത്രം ആസാമിലെ. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കാളികാപുരാണം രചിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഇന്ത്യക്ക് മുഴുവൻ ബാധകമായ ഒരു പുരാണം ഉണ്ടായിരുന്നില്ല എന്നും വ്യത്യസ്ത ദേശങ്ങളിൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ പ്രത്യയശാസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് പുരാണങ്ങൾ രചിക്കപ്പെട്ടത് എന്ന് സാരം. ഇന്ന് ഗരുഡപുരാണം പിതൃബലി നടത്തുന്നതിന്റെ ഒരു പ്രധാന സോഴ്സ് മെറ്റീരിയലായി ഗരുഡപുരാണം നിൽക്കുകയും അതിലെ മന്ത്രങ്ങളും തന്ത്രങ്ങളും എല്ലാം തന്നെ ഇന്ത്യയിൽ മുഴുവൻ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഈ പുരാണം മാറുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബീഹാറിലെ കുറച്ച് ബ്രാഹ്മണർക്കും പുരോഹിതന്മാർക്കും വേണ്ടി ഉണ്ടാകുന്നതാണ്. ഒരു ഗ്രാമത്തിലെ വല്ലതും വെച്ച് നിർമ്മിക്കപ്പെടുക, ഗ്രാമത്തിലുള്ള ബ്രാഹ്മണരും അല്ലെങ്കിൽ ഒരു നിശ്ചിത പ്രദേശത്തെ ജനസഞ്ചയവും മാത്രം കൊണ്ടു നടന്നിരുന്ന ഒരു പുരാണ പാരമ്പര്യം മുഴുവൻ ജനസമുദായത്തിനുമായി മാറുന്നത് ആധുനിക കാലഘട്ടത്തിലാണ്. ആധുനിക കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ കടന്നുവരവ് ഉണ്ടാകുമ്പോൾ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദത്തിൽ മാത്രമാണ് പുരാണങ്ങളെ പറ്റി പഠിക്കുന്നത് പോലും. ഇത്രയധികം പുരാണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നിട്ടും ഗൗരവതരമായൊരു ഗവേഷണം പുരാണങ്ങളെ സംബന്ധിച്ച് നടക്കുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദത്തിൽ ബ്രിട്ടീഷ് കൊളോണിയൽ അധിനിവേശത്തിന്റെ ഘട്ടത്തിലാണ് പുരാണങ്ങളെ സംബന്ധിച്ചുള്ള കൂലങ്കഷമായ പഠനം നടക്കുന്നത്. ആ പഠനത്തിന്റെ ഒരു ചരിത്രം വിജയനാഥ് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇനിയും ഈ പുരാണങ്ങളെ സംബന്ധിച്ചുള്ള എങ്ങനെയാണ് പുരാണങ്ങൾ മനുഷ്യവിരുദ്ധമായ, സ്ത്രീവിരുദ്ധമായ, മാനവിക മൂല്യങ്ങൾക്ക് തന്നെ വിരുദ്ധമായ ഒരു ആശയം സ്ഥാപിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണം അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. ഇത് 18 പുരാണങ്ങളെ സംബന്ധിച്ച വിപുലമായ ഒരു ആലോചനയ്ക്ക് ഒരു ആമുഖം നൽകുക എന്ന് മാത്രമാണ് ഞാൻ ഇന്നിവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ പുരാണങ്ങളെ സംബന്ധിച്ചും സവിശേഷമായ ചില ആലോചനകൾ നടത്തണമെന്ന് വ്യക്തിപരമായി ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഒരാമുഖ രൂപത്തിൽ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് മുഖ്യമായി ലക്ഷ്യം വെക്കുന്നത്. ഉദാഹരണത്തിന് ഗുരു എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇന്ത്യയിൽ വളരെയധികം ആഴത്തിൽ വേരുപിടിച്ചിട്ടുള്ള ഒരു സങ്കല്പമാണ് ഗുരു. അതായത് പുരാണങ്ങളിൽ ഗുരു എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനാണ്. നമ്മൾ പൊതുവെ ഗുരു എന്ന് പറഞ്ഞാൽ അധ്യാപകൻ എന്നൊക്കെ വളരെ അയഞ്ഞ മട്ടിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ പുരാണങ്ങളിൽ, ധർമ്മശാസ്ത്രങ്ങളിൽ ഒക്കെ ഗുരു എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ മാത്രമാണ്. തന്നെയുമല്ല, ഗുരുവിൽ സമ്പൂർണ്ണ ഭക്തിയും സമർപ്പണവും പുരാണങ്ങൾ ആവശ്യപ്പെടുന്നു. ഇത്തരമൊരു ഗുരു സങ്കല്പമാണ് യഥാർത്ഥത്തിൽ ഗുരുനിന്ദയും ഗുരുശാപവും എന്നൊക്കെയുള്ള ആശയങ്ങളുടെ സൃഷ്ടികർത്താവ്. ഗുരുവിനെ നിന്ദിക്കാൻ പാടില്ലെന്നും ഗുരുവിനെ നിന്ദിച്ചാൽ ശാപം കിട്ടുമെന്നൊക്കെയുള്ള ഒരു സങ്കല്പം പുരാണങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഗുരുവിന്റെ ജ്ഞാനം ദിവ്യമാണെന്നും അദ്ദേഹത്തിന്റെ ജ്ഞാനം ദിവ്യലോകത്ത് നിന്ന് കെട്ടിയിറക്കുന്നതാണോ എന്നൊക്കെയുള്ള സിദ്ധാന്തങ്ങൾ പുരാണങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. അന്വേഷണവും ഗവേഷണവും പഠനവും
ഇതൊന്നുമല്ല പുരാണങ്ങളുടെ ജ്ഞാനത്തിന്റെ അടിസ്ഥാനം. അത് കേവലം മഹത്വവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഗുരുവിനെ ദൈവമായി കാണുന്ന ഒരു സങ്കല്പത്തിലാണ് പുരാണങ്ങൾ ഗുരു എന്ന് പറയുന്ന സങ്കല്പം മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യയിൽ അധ്യാപകൻ, ടീച്ചർ എന്നുള്ള അർത്ഥത്തിൽ ആധുനികമായ മൂല്യസങ്കല്പങ്ങളിലല്ല ഗുരു എന്ന് പറയുന്ന സങ്കല്പം നിലകൊള്ളുന്നത്. അദ്ദേഹം പറയുന്നതെല്ലാം അനുസരിക്കണമെന്നും അദ്ദേഹത്തിന്റെ ജ്ഞാനം ദിവ്യമാണ് എന്നുമുള്ള തരത്തിലാണ് ഈ ഗുരു സങ്കല്പം തന്നെ ഇന്ത്യയിൽ നിന്ന്. ഇപ്പൊ നാരായണ ഗുരു ആഘോഷിക്കപ്പെടുന്നതിലും ഈ ഗുരു എന്ന് പറയുന്ന ഇന്ത്യൻ സങ്കല്പത്തിന്റെ മൂല്യപരിച്ഛേദം തീർച്ചയായിട്ടും അതിലുണ്ട്. ഇപ്പം സാധാരണക്കാരായ ജനവിഭാഗങ്ങൾ ഗുരുവിനെ ആരാധിക്കുന്നതിൽ ഈ പറയുന്ന ദിവ്യത്വവും മഹത്വവുമാണ് അവർ കാണുന്നത്. അല്ല നമ്മൾ പറയുന്ന നാരായണ ഗുരു മുന്നോട്ട് വെച്ച നവോത്ഥാന മൂല്യങ്ങളോ പുരോഗമന മൂല്യങ്ങളോ ഗുരു മുന്നോട്ട് വെച്ച മാനവിക മൂല്യങ്ങളോ അല്ല. അദ്ദേഹത്തെ ദിവ്യനായ ജ്ഞാനിയായ ഒരു സിദ്ധനായി ഇന്ത്യയുടെ പൗരാണിക ലോകബോധം മുന്നോട്ട് വെച്ച ഗുരുസങ്കല്പത്തെയാണ് സാധാരണക്കാർ ഗുരുവിൽ കാണുക. അതുകൊണ്ടാണ് ഗുരു വിഗ്രഹമായി മാറുന്നത്. ഈ ഗുരുവിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച ഗുരുസങ്കല്പത്തിൽ വലിയൊരു പിഴ അതിൽ ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അമൃതാനന്ദമയെ വിശ്വമഹാഗുരു എന്നാണ് വാഴ്ത്തുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അമൃത ടിവിയിൽ അമൃതാനന്ദമയുടെ തീർത്ഥാടനം ഞാൻ കാണാറുണ്ട് ഇടയ്ക്ക്. അപ്പൊ ആ തീർത്ഥാടനം എന്നുള്ള അവർ വിദേശ രാജ്യത്തൊക്കെ പോകുമ്പോൾ അവരുടെ കാൽപാദം കഴുകുകയും കാലിൽ ചന്ദനമൊക്കെ തൊടുക, ആ വെള്ളം കുടിക്കുന്ന ആൾക്കാരെ വരെ ചില സമയത്ത് ഈ വീഡിയോയിൽ അമൃത ചാനൽ കാണിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഇന്ത്യ മുന്നോട്ട് വെച്ച ഇത് അമൃതാനന്ദമായി പുതുതായി സൃഷ്ടിച്ചെടുക്കുന്നതല്ല, ഇന്ത്യയിൽ നിലീനമായിരിക്കുന്ന ഗുരുസങ്കല്പത്തിന്റെ ഒരു പുതിയ വേർഷൻ മാത്രമാണ് അമൃതാനന്ദമയി. അതുകൊണ്ടാണ് ഈ സമ്പൂർണമായി ഗുരുവിൽ സമർപ്പിക്കണം എന്നൊരു ചിന്ത ഇന്ത്യയിലെ പുരാണങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഭാഗവത പുരാണത്തെ ആസ്പദമാക്കി അത് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഇപ്പം ഭാഗവത പുരാണത്തിൽ ഗുരു എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ആചാര്യം മാം വിജാനീയൻ നാവമന്യേത കർഹിച്ചിത് ന മർത്യബുദ്ധ്യാസൂയേത സർവദേവമയോ ഗുരുഹു എന്ന ഭാഗവത പുരാണത്തില് 11-ാം അധ്യായം 17-27. അതായത് ആചാര്യനെ സർവേശ്വരനായ ഞാൻ തന്നെ എന്നറിയണമെന്ന്. അതായത് ഗുരുവിനെ ദൈവം ആയിട്ട് വിചാരിക്കണം, ഒരിക്കലും അദ്ദേഹത്തെ അപമാനിക്കരുത്, മനുഷ്യൻ എന്ന് കരുതി അസൂയപ്പെടുകയും അരുത്. എന്തെന്നാൽ ഗുരു സർവ്വദേവതാ സ്വരൂപനാകുന്നു. ഗുരു ഈശ്വരനാണെന്നാണ് പറഞ്ഞു വെക്കുന്നതിന്റെ സാരം. ആധുനിക മൂല്യവ്യവസ്ഥയിലുള്ള വിജ്ഞാനങ്ങൾ ആർജിച്ച് മെച്ചപ്പെട്ട മനുഷ്യനായി മാറുന്ന ഗുരു എന്നുള്ള സങ്കല്പം അല്ല ഇന്ത്യ മുന്നോട്ട് വെച്ചത്. ഇങ്ങനെ തീർത്തും മനുഷ്യവിരുദ്ധമായ ഒരു ദിവ്യവൽക്കരണത്തിന്റെ പാതയിലാണ് ഗുരു എന്ന് പറയുന്ന ആശയം ഇന്ത്യയിൽ നിലകൊണ്ടത്. അതുകൊണ്ടും അവസാനിച്ചില്ല. ശുശ്രൂഷമാണ് ആചാര്യം സദോവാസീത നീചവത് യാനശയ്യാസനസ്ഥാനേർ നാദിദൂരെ കൃതാഞ്ജലി എന്നും ഭാഗവതത്തിൽ സൂചിപ്പിക്കുന്നു. അതായത് ആചാര്യനെ ശുശ്രൂഷിച്ചു കൊണ്ടുപോകുമ്പോൾ പിന്നാലെ അനുഗമിച്ച് കിടക്കയിലെ ഗുരുസങ്കല്പങ്ങൾ ശിഷ്യനെ ഒരു കാലത്തും അനുവദിക്കുകയില്ല എന്ന് സാരം. ഇങ്ങനെ ഗുരു എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഇന്ത്യ മുന്നോട്ട് വെച്ച ഗുരുനാഥൻ, ഗുരുക്കന്മാർ എന്നൊക്കെയുള്ള സങ്കല്പം ഈ ബ്രാഹ്മണ്യത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുകയും മെച്ചപ്പെട്ട ഒരു മനുഷ്യനെ സങ്കല്പിക്കുകയും ചെയ്യുന്നില്ല എന്നും അതുവഴി വിജ്ഞാനത്തെ തന്നെ ദിവ്യവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും അന്വേഷണത്തിന്റെയോ ഗവേഷണത്തിന്റെയോ ഭാഗമായി ഗുരു പറയുന്ന വിജ്ഞാനത്തിനല്ല പ്രാമുഖ്യം കിട്ടുന്നത്, ഗുരു എന്ന് പറയുന്ന ദിവ്യമായൊരു സ്ഥാനത്തിന് പ്രാമുഖ്യം നേടിക്കൊടുക്കുന്നതിൽ ഈ ഭാഗവത പുരാണം പോലെയുള്ള പുരാണങ്ങൾ വലിയ സ്വാധീനം വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്നൊരു പ്രധാനപ്പെട്ട സംഗതി ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കലിയുഗം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. ഇപ്പൊ നമ്മൾ കലിയുഗത്തിലാണല്ലോ ആ അർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നത്. അതായത് കലിയുഗം ഏറ്റവും മോശപ്പെട്ട യുഗമാണെന്നും കലിയുഗത്തിൽ മനുഷ്യർ തമ്മിൽ കലഹിക്കുമെന്നും ഒക്കെയുള്ള വ്യവഹാരങ്ങൾ പുരാണങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് പല പുരാണങ്ങളും പറഞ്ഞു വെക്കുന്നത് കലിയുഗത്തിൽ ശൂദ്ര രാജാക്കന്മാരായിരിക്കും ഭരിക്കുക എന്ന് പല പുരാണങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ചില പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് ഉപനിഷത്ത് കാലഘട്ടത്തിലേക്ക് ശേഷം ഇന്ത്യയിലേക്ക് ധാരാളം വിദേശികളായ അധികാരവുമായി ഭരണകൂടമായി ധാരാളം ആളുകൾ കടന്നു വരും. ഗ്രീക്കുകാർ, ശകന്മാര്, പല്ലവന്മാര്, കുശാനന്മാര്, ആഭീരന്മാർ, ഹൂണന്മാർ തുടങ്ങിയ നിരവധി രാജാക്കന്മാരുടെ ഒരു രാജാധിപത്യം ഇന്ത്യയിൽ, വിദേശികളുടെ രാജാധിപത്യം ധാരാളം ഇന്ത്യയിൽ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇവരെ എല്ലാം തന്നെ ഇന്ത്യയിലെ ബ്രാഹ്മണ്യ ശൂദ്ര രാജാക്കന്മാരെന്നാണ് വിളിച്ചിരുന്നത്. ഇവരെ ക്ഷത്രിയ രാജാക്കന്മാരെന്ന് ഇവരെ വിളിച്ചിരുന്നേ ഇല്ല. ഈ ശൂദ്ര രാജാക്കന്മാരുടെ ഭരണകാലത്തെയാണ് പുരാണ കർത്താക്കൾ കലിയുഗം എന്ന് വിധി എഴുതിയത്. അതായത് ഇത്തരം വിദേശികളായ രാജാക്കന്മാർ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതോടുകൂടി ചാതുർവർണ്ണ്യത്തിന്റെ വർണ്ണധർമ്മ ക്രമങ്ങൾക്ക്, ശുദ്ധാശുദ്ധി ബോധങ്ങൾക്ക് പലതരത്തിലുള്ള ഇളക്കങ്ങൾ തട്ടുന്നുണ്ട്.
അതായത് വർണ്ണധർമ്മ ക്രമങ്ങൾ പാലിക്കാൻ പറ്റുന്നില്ല, വർണ്ണക്രമത്തിന് പുറത്തേക്ക് വിവാഹം നടക്കുന്നു, സന്താനങ്ങൾ ഉത്പാദിക്കപ്പെടുന്നു. ഇങ്ങനെ ഈ ഒരു ഘട്ടം ബ്രാഹ്മണർക്ക് വലിയ ആകുലതയാണ് ഉണ്ടായത്. ഈ ആകുലതയാണ് കലിയുഗം എന്ന് പറയുന്ന സങ്കല്പമായി തങ്ങൾക്കൊട്ടും പറ്റാത്തൊരു യുഗമായി, ബ്രാഹ്മണർക്ക് ജീവിക്കാൻ കഴിയാത്തൊരു യുഗത്തെയാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ പൗരോഹിത്യാധികാരവും ബ്രാഹ്മണ്യവും ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തെയാണ് പുരാണകർത്താക്കൾ കലിയുഗം എന്ന് വിശദീകരിച്ചത്. അതായത് പൊതുവെ വർണ്ണാശ്രമധർമ്മത്തെയൊക്കെ പറ്റി സൂചിപ്പിക്കുമ്പോൾ ചില ആളുകൾ പറഞ്ഞു വെക്കുന്നത് ഇന്ത്യയിൽ വർണ്ണ ജാതി വ്യവസ്ഥയൊന്നും നിലനിന്നിട്ടില്ലായിരുന്നുവെന്നും അത് ചില ഗ്രന്ഥങ്ങളിലോ പുരാണങ്ങളിലോ ധർമ്മസൂത്രത്തിലോ മനുസ്മൃതിയിലോ ഒക്കെ പരാമർശിക്കുക മാത്രം ചെയ്തിരുന്നതാണ് എന്ന് പലരും വിവരിക്കാറുണ്ട്. എന്നാൽ AD 518 519 കാലഘട്ടത്തിലെ ബീറ്റോൾ ഇൻസ്ക്രിപ്ഷൻ, അതായത് മഹാരാജ സംക്ഷോഭന്റെ ലിഖിതത്തിൽ സൂചിപ്പിക്കുന്നത് വർണ്ണാശ്രമധർമ്മ സ്ഥാപനാഭിരതേന എന്ന, അതായത് വർണ്ണാശ്രമധർമ്മം സ്ഥാപിക്കാൻ ഈ രാജാവ് ഉത്സുകനായിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതായത് ഈ പുരാണങ്ങളും ധർമ്മശാസ്ത്രങ്ങളും മുന്നോട്ട് വെച്ച വർണ്ണാശ്രമ വ്യവസ്ഥിതി രാജാക്കന്മാർ അവരുടെ ഭരണക്രമത്തിൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കലിയുഗം എന്ന് പറയുന്ന സങ്കല്പം ബ്രാഹ്മണർ നേരിട്ട അരക്ഷിതാവസ്ഥയുടെ പ്രതീകമാണ്. പക്ഷെ സാധാരണക്കാരായ ആളുകൾ ഇന്ന് ഇന്ത്യയിൽ പല വിധത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ അവർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ കലിയുഗത്തിന്റെ എന്തോ കുഴപ്പമാണെന്ന മട്ടിലാണ്. അപ്പം ഇവര് പ്രധാനമായി അസ്വസ്ഥപ്പെടുന്നതിന് മുഖ്യ കാരണം വേദകേന്ദ്രിതമായ വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയ്ക്ക് തട്ടുന്ന അനക്കം, അത് തകരുന്ന ഒരു രംഗം സംജാതമാകുമ്പോഴാണ് ഈ കലിയുഗം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലൂടെ അത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഭാഗവത പുരാണം തന്നെ ആധാരമാക്കി അതൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഇപ്പൊ കലിയുഗത്തിലെ രാജാക്കന്മാരെ പറ്റി ഭാഗവതത്തിൽ പരാമർശിക്കുന്നുണ്ട്. 12 സ്കന്ധത്തിൽ പറയുന്നത് മഹാപത്മപതി കശ്ചിൻ നന്ദഃ ക്ഷത്ര വിനാശകൃത് തതോ നൃപ ഭവിഷ്യന്തി ശൂദ്രപ്രായാസ്ത ധാർമ്മികാഹ. അതായത് മഹാനന്ദിപുത്രനും ശൂദ്രസ്ത്രീയിൽ ഉണ്ടായവനും മഹാബലനും ഐശ്വര്യപൂർണനുമായൊരു നന്ദൻ ക്ഷത്രിയന്മാരെ മുഴുവൻ നശിപ്പിക്കുന്നവനായി തീരും എന്ന് പറയുന്നുണ്ട്. നന്ദരാജവംശത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ആ നന്ദരാജവംശത്തെ പറ്റിയാ നന്ദൻ ഒരു ശൂദ്രനാണെന്നാണ് ഭാഗവത പുരാണം പറയുന്നത്. ഈ നന്ദൻ മുഴുവൻ ക്ഷത്രിയന്മാരെ നശിപ്പിക്കുന്നവനാണ് എന്ന് ഭാഗവത പുരാണം പറയുന്നു. സൗരാഷ്ട്രവന്ധ്യാഭീരാശ്ച ശൂര അർബുദ മാളവാഹ വ്രാത്യാദിജ ഭവിഷ്യന്തി ശൂദ്രപ്രായ ജനാധിപാഹ. അതായത് ശൂദ്രന്മാർ രാജാക്കന്മാരായിരുന്നതിൽ ബ്രാഹ്മണരുടെ കടുത്ത അസഹിഷ്ണുതയാണ് ഭാഗവത പുരാണത്തിലെ വരികളിലൂടെ പ്രകടമാകുന്നത്. അതായത് സൗരാഷ്ട്രം, അവന്തി, ആഭീരം, ശൂരം, അർബുദം, മാളവം മുതലായ ദേശങ്ങളിലെ ത്രൈവർണികന്മാർ ഉപനയന സംസ്കാരമില്ലാത്തവരായി തീരുകയും ശൂദ്രപ്രായരായി ഭവിക്കുകയും ചെയ്യും എന്ന് ഭാഗവത പുരാണം പറയുന്നു. അതായത് ശൂദ്രന്മാർ രാജാക്കന്മാരായി തീരുന്നത് ബ്രാഹ്മണ്യത്തിന് ലവലേശം ഇഷ്ടപ്പെട്ടില്ല എന്ന് സാരം. അതായത് ബ്രാഹ്മണ്യത്തിന്റെ വർണ്ണധർമ്മ ക്രമത്തിലല്ല ഈ ശൂദ്രന്മാർ ഭരിച്ചിരുന്നത് എന്ന് വ്യക്തം. സിന്ധോസ്തടം ചന്ദ്രഭാഗാം കൗന്ദീം കാശ്മീരമണ്ഡലം ഭോഷരീ ശൂദ്രാവ്രാത്യാദ്യ മ്ലേച്ഛ ബ്രഹ്മവർച്ചസഹ എന്നും. അതായത് സിന്ധുവിന്റെ തീരപ്രദേശം, ചന്ദ്രഭാഗാതടം, കൗന്ദി എന്ന പുരി, കാശ്മീര പ്രദേശം മുതലായ സ്ഥലങ്ങളിൽ ഉപനയന സംസ്കാരമില്ലാത്തവരും ശൂദ്രപ്രായരുമായ മ്ലേച്ഛന്മാർ ഭരിക്കുമെന്ന് ഭാഗവത പുരാണം പറയുന്നു. ഈ ദേശങ്ങളിലൊക്കെ അക്കാലമാകുമ്പോഴത്തേക്കും വിവിധ ഗോത്രപുരോഹിതന്മാർ രാജാക്കന്മാരായി തീരുന്നു. ഇപ്പം തിരുവിതാംകൂറിന്റെ ചരിത്രം പരിശോധിച്ച മാർത്താണ്ഡവർമ്മ, കേരളത്തിലാണെങ്കിലേക്ക് ആരാണ് ക്ഷത്രിയ രാജാക്കന്മാരുള്ളത്? ക്ഷത്രിയത്വം എന്നുള്ളത് കേവലം ആരോപിതം മാത്രം. മാർത്താണ്ഡവർമ്മയുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. മതിലകം ഗ്രന്ഥവരിയിൽ മാർത്താണ്ഡവർമ്മയെ തമ്പി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വർമ്മ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നേ ഇല്ല. മതിലകം ഗ്രന്ഥവരി തമ്പി എന്ന നായർ വിഭാഗത്തിൽപ്പെട്ട ഒരു തമ്പി മാത്രമാണ് മാർത്താണ്ഡവർമ്മ. ആ നിലയ്ക്കൊരു ശൂദ്രനാണ്. ഈ ശൂദ്രനാണ് ക്ഷത്രിയനായിട്ട് മാറുന്നത്. ഇങ്ങനെ മ്ലേച്ഛന്മാർ, മ്ലേച്ഛാസ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മ്ലേച്ഛ വിഭാഗത്തിൽപ്പെട്ട മ്ലേച്ഛന്മാരെന്ന് ബ്രാഹ്മണർ വിളിച്ചിരുന്നവർ അധികാര സ്ഥാനങ്ങളിലേക്ക് കടന്നു വന്നിരുന്നൊരു ഒരു ചരിത്രം മ്ലേച്ഛാസ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ വിവരിക്കപ്പെടുന്നുണ്ട്. അപ്പം പറഞ്ഞു വന്നത്, ഇങ്ങനെ ശൂദ്രന്മാരോട് കടുത്ത അസഹിഷ്ണുത ഉണ്ടായിരുന്ന ശൂദ്ര ഭരണത്തെയാണ് യഥാർത്ഥത്തിൽ കലിയുഗമെന്ന് ബ്രാഹ്മണർ വിശേഷിപ്പിച്ചത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. കലിയുഗത്തിന്റെ ദോഷങ്ങളെ പറ്റി ഭാഗവത പുരാണം പിന്നെയും ഏറെ വാചാലമാവുന്നുണ്ട്. ക്ഷീയമാണേഷു ദേഹേഷു ദേഹീനാം കലിദോഷതഃ
വർണ്ണാശ്രമവതാം ധർമ്മേ നഷ്ടേ വേദപദേ നൃണം. അതായത് ദേഹികളുടെ ദേഹങ്ങൾ കലിദോഷത്താൽ ശക്തിഹീനങ്ങളായി തീരുകയും വർണ്ണാശ്രമികളുടെ വൈദിക ധർമ്മം നഷ്ടപ്രായമാവുകയും ചെയ്യും എന്നും ഭാഗവത പുരാണം പറയുന്നു. അതായത് വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നത് നമുക്കറിയാം, ജാതി കേന്ദ്രിതമായ അയിത്തവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിൽക്കുന്ന ഒരു വർണ്ണത്തിൽപ്പെട്ടവർ മറ്റൊരു വർണ്ണത്തിൽപ്പെട്ടവരെ വിവാഹം കഴിക്കാതെ ചണ്ടാളനെ കണ്ടാൽ കുളിക്കണമെന്ന് നിയമം ഉണ്ടാക്കുന്ന സിദ്ധാന്തമാണ് ചാതുർവർണ്ണ്യ സിദ്ധാന്തം, വർണ്ണാശ്രമ സിദ്ധാന്തം. ഒരു ശൂദ്ര പുരുഷൻ ബ്രാഹ്മണ സ്ത്രീയെ പ്രാപിച്ചാൽ അവന്റെ ലിംഗം ഛേദിച്ചു കളയണമെന്നാണ് ധർമ്മസൂത്രങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അതാണ് വർണ്ണാശ്രമ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം. ഇവിടെ ഭാഗവത പുരാണം പറയുന്നത് കലിയുഗം എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമികളുടെ വൈദിക ധർമ്മം നഷ്ടപ്പെടുന്ന കാലഘട്ടത്തെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ കലിയുഗമായി അവതരിപ്പിക്കുന്നത്. അതായത് ജാതിബോധം ഇല്ലാതാകുന്ന ഘട്ടത്തെയാണ് യഥാർത്ഥത്തിൽ കലിയുഗം എന്ന് വിളിക്കുന്നത്. അതായത് ഒരു മെച്ചപ്പെട്ട സമൂഹത്തെയാണ് ഒരർത്ഥത്തിൽ ഭാഗവത പുരാണം കലിയുഗം എന്ന് വിളിക്കുന്നത്. അതായത് ബ്രാഹ്മണരുടെ അരക്ഷിതാവസ്ഥയും ബ്രാഹ്മണന്റെ ആകുലതകളെയുമാണ് കലിയുഗം എന്ന രീതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് സാരം. പാകണ്ഡ പ്രചുരേ ധർമ്മേ ദസ്യുപ്രായേഷു രാജസു ചൗര്യ അനർഥ വൃതാഹിംസ നാനാവൃത്തിഷു വൈ നൃഷു എന്നും. അതായത് ആളുകളെല്ലാം ഇല്ലാത്തവരായിത്തീരും, നാസ്തികരായിത്തീരും, രാജാക്കന്മാർ കള്ളന്മാരെ പോലെയാകും, ജനങ്ങൾ മോഷണവും അസത്യവും ആളുകളെ വെറുതെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് കലിയുഗം എന്ന് ഭാഗവത പുരാണം പറയുന്നു. ഇതെല്ലാ കാലത്തുമുള്ളത്, ആ കലിയുഗത്തിന് മാത്രം സവിശേഷതയൊന്നുമല്ല. പുരാണങ്ങൾ മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ കൊലയും കൊള്ളയും കൊലപാതകവും എല്ലാം എല്ലാ കാലത്തുമുള്ളതാണ്. അത് പുതിയ കാലത്തിന്റെ ഒരു സൃഷ്ടി മാത്രമല്ല. ശൂദ്രപ്രായേഷു വർണ്ണേഷു ചാകപ്രായാസു ധേനുഷു ഗൃഹപ്രായേഷു ആശ്രമേഷു യൗനപ്രായേഷു ബന്ധുഷു എന്നും ഭാഗവത പുരാണം പറയുന്നു. അതായത് വർണ്ണങ്ങൾ ശൂദ്രപ്രചുരവും ആശ്രമങ്ങൾ വെറും ഭോഗസ്ഥാനവും മാത്രമായി. ആശ്രമങ്ങൾ ഭോഗസ്ഥാനമാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല, അത് ഭാഗവത പുരാണം പറയേണ്ട ആവശ്യം. ആശ്രമങ്ങൾ ഭോഗസ്ഥാനങ്ങൾ തന്നെ. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, നമ്മളുടെ സന്യാസ സങ്കല്പം എന്ന് പറയുന്നത് ഒന്നും കഴിക്കാതെ ആശ്രമത്തിൽ പോയിരുന്ന് ഭജിക്കുന്ന ഒരു സന്യാസ ഋഷി സങ്കല്പത്തെ പറ്റിയാണ് നമ്മൾ പൊതുവെ ഭാരതീയ സങ്കല്പമായി അവതരിപ്പിക്കപ്പെടുന്നത്. അടുത്ത് കൃഷിസ്ഥലമില്ലെങ്കിൽ, അടുത്ത് ആഹാരം കൊടുക്കാനില്ലെങ്കിൽ ഒരു കാട്ടിലും പോയിരുന്ന് ആർക്കും തപസ് ചെയ്യാൻ പറ്റത്തില്ല, പട്ടിണി കിടന്ന് മരിച്ചു പോകത്തേ ഉള്ളൂ. അപ്പൊ ഈ സന്യാസ സങ്കല്പം എന്ന് പറഞ്ഞാൽ തന്നെ എത്ര അസംബന്ധമാണെന്നോ ആലോചിച്ച് നോക്കും. അഭിജ്ഞാന ശാസ്ത്രത്തിൽ കണ്ണൻ എന്ന് പറഞ്ഞ ഋഷിയുടെ കഥ പറയുന്നുണ്ട്. ഋഷി തന്റെ ആശ്രമത്തിന് ചുറ്റും കൃഷി ചെയ്യുന്നതിനെ പറ്റി നമുക്ക് പരാമർശം കാണാം. കൃഷിയൊന്നുമില്ലാതെ ഇങ്ങനെ വെറുതെ ഇരുന്ന് കാട്ടിൽ കിട്ടുന്ന പഴങ്ങളും തിന്നുകൊണ്ട് തപസ് ചെയ്ത് ജീവിക്കാനൊന്നും സാധ്യമല്ല. അതൊരു മിഥ്യാ പ്രപഞ്ചമാണ് പുരാണങ്ങൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അതായത് അടുത്ത് പച്ചക്കറി കൃഷി ചെയ്യുകയും നെല്ല് കൃഷി ചെയ്യുകയും മാനിനെയും മൃഗങ്ങളെയൊക്കെ കൊന്നു തിന്നുകയൊക്കെ ചെയ്തിരുന്നത് കൊണ്ടാണ് കാട്ടിൽ പോയി തപസ് ചെയ്യാൻ സാധിച്ചത്. അല്ലാതെ ഭക്ഷണമൊന്നും കഴിക്കാതെ അവിടെ പോയി ആളുകൾ ശുദ്ധ തപസ്സികളായി ജീവിച്ചിരുന്നു എന്നുള്ളത് നമ്മുടെ പുരാണ സീരിയലുകൾ സൃഷ്ടിച്ചതാണ്. പുരാണങ്ങളുടെ ഗ്രന്ഥ പാരമ്പര്യത്തിനകത്തൂടെ കടന്നു പോകുമ്പോൾ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് നമുക്ക് ലഭിക്കുക. ഇനിയും ഭാഗവത പുരാണത്തിന്റെ വലിയ തീട്ടൂരം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഭാഗവത പുരാണം പറയുന്നു, താവിഹിത്യേ കലേരന്തേ വാസുദേവാനു ശിക്ഷിതവും വർണ്ണാശ്രമയുധം ധർമ്മം പൂർവ്വവത് പ്രദയിഷ്യത. ഇപ്പോ കലിയുഗമാണല്ലോ. കലിയുഗത്തിൽ നമ്മളെല്ലാവരും വർണ്ണാശ്രമ ധർമ്മം പരിത്യജിച്ചിരിക്കുന്നു, എല്ലാവരും ബ്രാഹ്മണ്യധർമ്മം പരിത്യജിച്ചിരിക്കുന്നു, എല്ലാവരും നാസ്തികരായി മാറിയിരിക്കുന്നു. അപ്പോൾ എന്തു സംഭവിക്കും? കലിയുടെ അവസാനത്തിൽ വാസുദേവൻ വരും. എന്തിനാണ് വാസുദേവൻ വരുന്നത്? അതാണ് വർണ്ണാശ്രമയുധം ധർമ്മം പൂർവ്വവത് പ്രദയിഷ്യത. നേരത്തെ നിലനിന്നിരുന്നത് പോലെ ജാത്യാചാരങ്ങളും വർണ്ണാശ്രമ ധർമ്മവും പുനഃസ്ഥാപിക്കാനാണ് വാസുദേവൻ വരുന്നത് എന്ന് ഭാഗവത പുരാണം പറയുന്നു. അതായത് ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്നത് ജാതിയുടെ ശുദ്ധാശുദ്ധി ബോധങ്ങളെ നിലനിർത്തുവാനാണ് എന്ന് സാരം. അദ്ദേഹം വീണ്ടും ഇങ്ങോട്ട് വരുന്നത് ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അയിത്തവും നിലനിർത്തുന്നതിനാണ് എന്ന് ഭാഗവത പുരാണം സംശയലേശമന്യേ പറയുന്നു. വർണ്ണാശ്രമയുധം ധർമ്മം പൂർവ്വവത് പ്രദയിച്ചത്. എങ്ങനെയാണോ വർണ്ണാശ്രമ ധർമ്മം പണ്ട് നിലനിന്നത് അതുപോലെയാക്കി തീർക്കുവാൻ കലിയുഗത്തിന്റെ അവസാനത്തിൽ വാസുദേവൻ അവതരിക്കുമെന്ന് ഭാഗവതം പറയുന്നു. പച്ചയായ ജാതി പറയുന്ന ഒരു ഗ്രന്ഥമല്ലാതെ എന്താണ് ഭാഗവതം? വർണ്ണധർമ്മം എന്ന് പറയുന്നത് തന്നെ
മനുഷ്യരെ കള്ളികളിലാക്കി തരംതിരിക്കുകയും അവരെ നിന്ദ്യരും നീചരും നികൃഷ്ടരുമായി നിർണയിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് വർണ്ണധർമ്മ വ്യവസ്ഥ. ആ വർണ്ണധർമ്മം സ്ഥാപിക്കാൻ ഭഗവാൻ വിഷ്ണു അവതരിക്കുമെന്നാണ് ഭാഗവത പുരാണം പറയുന്നത്. അല്ലാതെ എല്ലാവർക്കും മോക്ഷം കൊടുക്കാനൊന്നുമല്ല ഭഗവാൻ വരുന്നത്. ഭഗവാന്റെ പ്രധാന വരവിന്റെ ഉദ്ദേശം ജാതി ധർമ്മങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് എന്ന് ഭാഗവത പുരാണം പറയുന്നു. ഈ ഭാഗവത പുരാണം കൊണ്ടു നടക്കണോ വേണ്ടയോ എന്ന് പൊതുസമൂഹം ആലോചിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു വിഷയത്തിലേക്കും കൂടെ 11 മണിക്ക് മുമ്പ് തന്നെ തീർക്കേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ഒരല്പം സ്പീഡിലും കൂടെ പോവുകയാണ്. പാതകങ്ങളെ സംബന്ധിച്ചുള്ള സങ്കല്പം. ഇന്ത്യയിലെ ജനങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന വലിയൊരു വൈരുദ്ധ്യമാണ് ഈ പാപം എന്ന് പറയുന്ന സങ്കല്പം. ഈ പാപബോധത്തിലാണ് നമ്മുടെ സഹോദരീ സഹോദരന്മാർ എല്ലാവരും എത്തിച്ചേർന്ന്. നമ്മുടെ സാമൂഹ്യ ജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ഈ പാപപുണ്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പാപം ചെയ്താൽ നരകത്തിൽ പതിക്കുമെന്നൊരു സിദ്ധാന്തം ഉണ്ടായിട്ടുണ്ട്. കുറെയൊക്കെ ആളുകൾ നരകം എന്നൊക്കെ പറയുന്നത് ചുമ്മാതാണ് എന്നൊക്കെ വിചാരിക്കാറുണ്ടെങ്കിലും പാപബോധത്തിൽ നിന്ന് ആരും ഇതുവരെ മുക്തരായിട്ടില്ല. പാപബോധത്തിൽ ഇപ്പോഴും മനുഷ്യർ ജീവിക്കുന്നുണ്ട്. ഇത്തരം വിശ്വാസങ്ങൾക്ക് ആക്കം കൂടുന്നത് ഗുപ്ത കാലഘട്ടം മുതലാണ്. കാരണം ജാതി ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സദാചാരം നിലനിൽക്കണമെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകളെ സദാചാരത്തിന്റെ പരിധിയിൽ നിർത്തണമെങ്കിൽ പാപബോധം നിലനിന്നേ പറ്റൂ. പാപബോധം നിലനിന്നില്ലെങ്കിൽ നീ മറ്റൊരു പുരുഷനെ പ്രാപിച്ചാൽ നീ നശിച്ചു പോകുമെന്നൊരു സ്ത്രീയോട് പറഞ്ഞാൽ മാത്രമേ, ആ പാപബോധം സൃഷ്ടിച്ചാൽ മാത്രമേ അവരെ അടക്കി ഒതുക്കി നിർത്താൻ പറ്റൂ. പുരാണങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, ഭർത്താവിനെ സേവിച്ചാൽ പുണ്യം കിട്ടും, സ്വർഗം കിട്ടുമെന്നാ പറയുന്നത്. ഭർത്താവിനെ സേവിപ്പിക്കുന്ന ഈ ഒരു കഥ പറഞ്ഞാൽ മതി, അഹല്യയുടെ കഥ പറഞ്ഞാൽ മതി. അനസൂയയുടെ കഥ പുരാണങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെ സ്ത്രീയെ ശാശ്വതമായ അടിമത്തത്തിൽ നിലനിർത്തുന്നതിനും സ്ത്രീകളെ കൊണ്ട് സർവ്വപണി എടുപ്പിക്കുന്നതിനും പുരാണങ്ങളിലെ ഈ കഥകളിലൂടെ സാധിച്ചു. എന്ത് കഥ? പുരാണങ്ങളിലെ പാതിവൃത്യബദ്ധമായ കഥകളിലൂടെ സ്ത്രീകളെ ശാശ്വതമായ അടുക്കളയിൽ പ്രവേശിപ്പിക്കുന്നതിനും ശാശ്വതമായി അവരെ പൊതുസമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനും പുരാണങ്ങൾക്ക് സാധിച്ചു. ഈ പുരാണങ്ങളുടെ കഥയുടെ പിൻബലത്തിലാണല്ലോ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ പാടില്ല, ദേവൻ അശുദ്ധമായി പോകുമെന്നൊക്കെയുള്ള കഥയ്ക്ക് പുരാണങ്ങളിലാണ് അതിന്റെയൊക്കെ വേര് കിടക്കുന്നത്. അപ്പോൾ സമൂഹത്തെ ഇത്രയധികം സ്ത്രീവിരുദ്ധമാക്കി നിലനിർത്തുന്നതിൽ ഈ പുരാണ പാരായണങ്ങളുടെ പങ്ക് ചെറുതല്ല. ഈ ആചാര്യന്മാർ സപ്താഹ യജ്ഞത്തിലിരുന്ന് ഈ കഥ വായിച്ച് ഈ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ സഹോദരീ സഹോദരങ്ങൾ എന്താശയമാണ് സ്വാംശീകരിക്കുക? തീർച്ചയായും അവർ സ്വാംശീകരിക്കുക ആധുനിക മൂല്യങ്ങൾക്ക് വിരുദ്ധമായ, മാനവിക മൂല്യങ്ങൾക്ക് വിരുദ്ധമായ, മുഴുവൻ പ്രകൃതിക്കും യോജിക്കാത്ത, മനുഷ്യപ്രകൃതിക്ക് യോജിക്കാത്ത ആശയ സംഹിതകളെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഒരർത്ഥത്തിൽ ഈ നരകവുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങളൊക്കെ നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ ഭാഗവത പുരാണത്തിൽ തന്നെ പറയുന്നത്, യസ്തിഹ വൈ നിജവേദ പദാദന അനാപദ്യഗതഃ പാകണ്ഡം ചോപഗതസ്ത അസിവത്രവനം പ്രവേശ്യ കശയാ പ്രഹരന്തി തത്ര ഹാസാവിദസ്തദോ ദാവമാന ഉഭയദോദാരൈ താലവനാസിപത്രൈ സിദ്ധ്യമാന സർവാംഗോ ഹാ ഹദോസ്മീതി പരമയാ വേദനയാ മൂർച്ഛിതഃ പദേ പദേ നിപതതി സ്വധർമ്മഃ പാകണ്ഡാനുഗതം ഫലം ഭുങ്ക്തേ എന്ന് ഭാഗവത പുരാണത്തിൽ 5-ാം അധ്യായം 26-15 പറയുന്നു. അതായത് യാതൊരാൾ ഇവിടെ ആപത്തൊന്നുമില്ലാതെ തന്നെ തന്റെ വൈദിക കർമ്മങ്ങൾ വിട്ട് നാസ്തിക മതം ശ്രവിക്കുന്നു, അവനെ അതിപത്ര വനത്തിൽ പ്രവേശിച്ച് ചാട്ടവാറുകൊണ്ടടിക്കുമെന്ന്. അതായത് ബ്രാഹ്മണ്യം മുന്നോട്ട് വെക്കുന്ന ഈശ്വര സങ്കല്പങ്ങളെ വിശ്വസിക്കാത്തവർക്ക് അവരുടെ ഫലം എന്താണ്? അവർ നരകത്തിൽ പ്രവേശിക്കും. എങ്ങനെയുള്ള നരകത്തിൽ? അസിപത്ര വനം എന്ന് പറയുന്ന മഹാവനത്തിൽ പ്രവേശിക്കുക. അവർക്ക് ചാട്ടവാർ കൊണ്ട് അടി മേടിക്കേണ്ടി വരും. ഈ ചാട്ടവാർ കൊണ്ടുള്ള അടി നേരിട്ട് കൊടുത്തിട്ടും ഉണ്ടാകും. അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ ബ്രാഹ്മണർ പൊതുവെ ശുദ്ധ സാത്വികരാണെന്നും അവരാരെ ഉപദ്രവിക്കുകയില്ല എന്നൊക്കെയുള്ള ഒരു പൊതുബോധം പൊതുവെ രൂപം കൊണ്ടിട്ടുണ്ട്. പാലക്കാടിന്റെ സാമൂഹ്യ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ഒരിക്കൽ അഗ്രഹാരത്തിലേക്ക് ഈഴവ സമുദായത്തിൽപ്പെട്ട കുറെ ആളുകൾ ആര്യ സമാജത്തിന്റെ പൂണൂലും ധരിച്ചുകൊണ്ട് പാലക്കാട്ടെ അഗ്രഹാരത്തിലേക്ക് ചെന്നപ്പോൾ ആ പാലക്കാട്ട് അഗ്രഹാരത്തിലേക്ക് പ്രവേശിച്ച ഈഴവ സമുദായത്തിൽപ്പെട്ട യുവാക്കളെ അടിച്ചത് അഗ്രഹാരത്തിലെ ബ്രാഹ്മണരാണ്. അത്ര ഹിംസാത്മകമായ പ്രത്യയശാസ്ത്രം കൊണ്ടു നടക്കുന്നവരാ ബ്രാഹ്മണർ. ഈ ഭഗവത്ഗീതയൊക്കെ മുന്നോട്ട് വെക്കുന്ന ഈ ബ്രാഹ്മണ്യ സങ്കല്പങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ ഹിംസാത്മകമായ ബ്രാഹ്മണ്യ സങ്കല്പങ്ങളാണ്. ഇത്രയും മനുഷ്യവിരുദ്ധമായ ജീവിതം നയിക്കുന്നവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയേണ്ടത്. മനുഷ്യവിരുദ്ധമായ ജീവിതം നയിക്കുന്നവരെ, പുരാതന ലോകബോധവും കൊണ്ട് നടക്കുകയും സയൻസ് വിരുദ്ധമായി ജീവിക്കുകയും ചെയ്യാൻ ബ്രാഹ്മണ്യ ലോകബോധത്തിൽ മുന്നോട്ട് പോകുന്നവർക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടൊന്നും തീർന്നില്ല. അതചയസ്തിഹവ ആത്മസംഭാവനേന സ്വയം അധമോ ജന്മതപോ വിദ്യാചാര വർണ്ണാശ്രമവതോ വരീയസോന ബഹുമന്യേത
സമൃതക ഏവ മൃത്വ ക്ഷാരകമർദ്ദമേ നിരേ അവാക്ഷിരാ നിവാദിതോ ദുരന്തായാതനാഹി അശ്നുതേ എന്നും പറയുന്നു. അതായത് ഒരാൾ സ്വയം അധമനാണെങ്കിലും നീചജാതിയിൽ പിറന്നവനാണെങ്കിലും തന്നെത്താൻ വലിയവനെന്ന് അഭിമാനിച്ച് യാതൊരാൾ ഉത്കൃഷ്ട ജന്മം, തപസ്, ജ്ഞാനം, ആചാരാനുഷ്ഠാനം, വർണ്ണാശ്രമ ധർമ്മങ്ങൾ എന്നിവയോടുകൂടിയ മഹാന്മാരെ ബഹുമാനിക്കുന്നില്ല, അവർ മരണാനന്തരം ക്ഷാരകമർദ്ദം എന്ന നരകത്തിൽ തലകീഴായി പതിക്കപ്പെട്ട ഘോരയാതനകൾ അനുഭവിക്കുമെന്ന. അതായത് ജാതിയിൽ താഴ്ന്ന ഒരുവൻ ജാതിയിൽ ഉയർന്ന ഒരാളെ ബഹുമാനിച്ചില്ലെങ്കിൽ അവൻ നരകത്തിൽ പതിക്കുമെന്ന ഭാഗവത പുരാണം പറയുന്നു. ഈ കഥ കേൾക്കുന്ന ആൾ എന്ത് തത്വമായിരിക്കും സംശയിക്കുക? ജാതിയിൽ കൂടിയ ഒരാളെ ബഹുമാനിക്കണമെന്ന പറഞ്ഞു വരുന്നത്. പച്ചയായി ജാതി പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഭാഗവതം. പച്ചയായി ജാതി പറയുകയും ആ ജാതി ക്രമങ്ങൾ പാലിക്കണമെന്ന് ഭക്തന്മാരോട് ഭഗവാൻ പറയുന്ന തീട്ടൂരങ്ങളാണ് ഭാഗവതത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ ഭാഗവത സപ്താഹയജ്ഞം 7 ദിവസത്തെ ഭാഗവത സപ്താഹയജ്ഞം കഴിയുന്നതോടുകൂടി വീട്ടിൽ തിരിച്ചെത്തുന്ന സഹോദരീ സഹോദരങ്ങൾ കുലസ്ത്രീകളും കുലപുരുഷന്മാരുമായി ഇല്ലെങ്കിലേ നമുക്ക് അത്ഭുതപ്പെടേണ്ടതുള്ളൂ. അവർ കുലപുരുഷന്മാരും കുലസ്ത്രീകളുമായി മാറി നമ്മുടെ സമൂഹത്തെ ഗുപ്ത കാലഘട്ടത്തിലേക്ക് നയിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. വർണ്ണാശ്രമധർമ്മത്തെ പറ്റി, ജാതിയെ പറ്റി മനുവിനെക്കാട്ടിലും നികൃഷ്ടവും നീചവുമായ തീട്ടൂരമിറക്കിയത് ഭാഗവത പുരാണമാണ്. മനു ഇത്രയും കഠിനല്ല അല്ല എന്ന് പോലും ഭാഗവത പുരാണത്തിലെ വചനം കേട്ട മനു പാവമാണ് എന്ന് നമുക്ക് പറയാം. മനു പാവമാണ് എന്ന് പറയേണ്ടി വരും. വിപ്രക്ഷത്രിയ വിക്ഷൂദ്ര മുഖബാഹുരുപാദജാഹ വൈരാജാത് പുരുഷാജാത ഈ ആത്മാചാര ലക്ഷണ എന്ന്. അതായത് വിരാട് പുരുഷന്റെ മുഖം, കൈ, തുട, പാദം എന്നീ അവയവങ്ങളിൽ നിന്ന് ബ്രാഹ്മണൻ, ക്ഷത്രിയ, വൈശ്യൻ, ശൂദ്രൻ ഇതൊക്കെ ജനിച്ചു എന്ന് നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന കഥയാണ്. പക്ഷേ ഭാഗവതം അവിടെ കൊണ്ട് തീർന്നില്ല. ചിദാനന്ദപുരി ഇടക്കിടയ്ക്ക് പറയാറുള്ളത് വിരാട് പുരുഷന്റെ അവയവങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത് എല്ലാവരും തുല്യരാണെന്ന്. അതായത് ശൂദ്രനും ക്ഷത്രിയനും വൈശ്യനും എല്ലാം തുല്യരാണ്. കാരണം ഭഗവാന്റെ അവയവങ്ങളിൽ നിന്നാണല്ലോ അവരുണ്ടായത്. കാലില്ലാതെ നടക്കാൻ പറ്റാത്തതുപോലെ, മുഖമില്ലാതെ സംസാരിക്കാൻ പറ്റാത്തതുപോലെ എല്ലാ അവയവങ്ങൾക്കും എല്ലാ വർണ്ണത്തിൽപ്പെട്ടവർക്കും തുല്യ പ്രാധാന്യം ഉണ്ടെന്നാണ് ചിദാനന്ദപുരി നിരന്തരം സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഭാഗവതകാരൻ ചിദാനന്ദപുരിയെ ഖണ്ഡിക്കുന്നു. ഭാഗവതകാരൻ പറയുന്നത് വർണ്ണാനാമാശ്രമാണാം ച ജന്മഭൂമ്യനുസാരിണി ആസൻ പ്രകൃതയോ നൃണാം നീചൈർ നീചോത്തമോത്തമൈഹി എന്ന് ഭാഗവത പുരാണം ഏകാദശ സ്കന്ധം 17-15. അതായത് വർണ്ണങ്ങളുടെയും ആശ്രമങ്ങളുടെയും ജന്മസ്വഭാവത്തിന്റെയും ഭേദമനുസരിച്ച് മനുഷ്യരുടെ സ്വഭാവങ്ങൾ പലതാണ്. അതായത് ജാതി അനുസരിച്ച് സ്വഭാവം മാറുമെന്ന് സാരം. ചിദാനന്ദപുരി പറയുന്ന ആർക്കും ബ്രാഹ്മണനാകാമെന്നും വണ്ടി ഓടിക്കുമ്പോൾ ശൂദ്രനും ജോലി ചെയ്യുമ്പോൾ അധ്യാപന വൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ബ്രാഹ്മണനുമാണെന്നാണ് ചിദാനന്ദപുരി പറയുന്നത്. എന്നാൽ ഭാഗവതകാരൻ അത് ഒട്ടും സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഭാഗവതകാരൻ പറയുന്നത് ജനിച്ച ജാതി അനുസരിച്ച് സ്വഭാവം നിശ്ചയിക്കപ്പെടുമെന്ന. അതിൽ ഇനിയുള്ള വചനങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ആസൻ പ്രകൃതയോ നൃണാം നീചൈർ നീചോത്തമോത്തമൈഹി. അതായത് താണസ്ഥലങ്ങളിൽ നിന്നുണ്ടാവുന്നവൻ താണവനായും ഉത്കൃഷ്ട സ്ഥാനത്ത് നിന്നുണ്ടായവൻ ഉത്കൃഷ്ടവനുമായി ഭവിക്കുമെന്നാണ്. അതായത് വിരാട് പുരുഷന്റെ പാദങ്ങളിൽ നിന്നുണ്ടാകുന്ന ശൂദ്രൻ താണവനായും മുഖത്ത് നിന്നുണ്ടാകുന്ന ബ്രാഹ്മണൻ ശ്രേഷ്ഠനായും ഭവിക്കുമെന്ന് ഭാഗവത പുരാണം നിസ്സംശയം പറയുന്നു. അതായത് വിരാട് പുരുഷന്റെ അംഗത്തിലെ വർണ്ണങ്ങളെല്ലാം തുല്യരാണെന്ന വാദത്തെ, ചിദാനന്ദപുരി ഉൾപ്പെടെയുള്ള ഹൈന്ദവാചാര്യന്മാരുടെ വാദത്തെ ഭാഗവത പുരാണം ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഓരോരുത്തരുടെ ലക്ഷണങ്ങൾ, ബ്രാഹ്മണന്റെ ലക്ഷണങ്ങളും ശൂദ്രന്റെ ലക്ഷണങ്ങളും ഒക്കെ ഭാഗവത പുരാണത്തിൽ പറയുന്നുണ്ട്. ശമോദമസ്തപശൗചം സന്തോഷ ക്ഷാന്തിരാർജവം മദ്ഭക്തിശ്ച ദയാസത്യം ബ്രഹ്മപ്രകൃതയസ്തിമാഹ. എന്താണ് ബ്രാഹ്മണന്റെ ലക്ഷണം? മനോനിഗ്രഹം, ഇന്ദ്രിയ നിഗ്രഹം. കേരളത്തിലെ ബ്രാഹ്മണരുടെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിലെ ബ്രാഹ്മണർക്ക് ഇന്ദ്രിയ നിഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ശൂദ്ര വിഭാഗവുമായി ഇത്രയധികം സംബന്ധം ഉണ്ടാക്കിയ ഒരു വിഭാഗത്തെയാണ് ഇന്ദ്രിയ നിഗ്രഹം ഉണ്ടെന്ന് പറയുന്നത്. സംബന്ധത്തിലൂടെ ധാരാളം സ്ത്രീകളുമായി ബന്ധപ്പെടുകയും സ്മാർത്ഥ വിചാരത്തിനൊരു ചരിത്രം തന്നെ അതാണ് ബോധ്യപ്പെടുന്നത്. അവർക്കാണ് ഇന്ദ്രിയ നിഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. മനോനിഗ്രഹം, ഇതര ജാതിക്കാരോട് ഇത്രയധികം അസഹിഷ്ണുത കാണിച്ച ഒരു വിഭാഗത്തെയാണ് മനോനിഗ്രഹം ഉള്ളവരായി പറയുന്നത്. പിന്നെ ശുദ്ധി, ആ കാര്യത്തിൽ അവർ ക്ലിയറാണ്. വളരെ ഭയങ്കര ശുദ്ധിയാണ്, തൊട്ടുകൂടായ്മ. സന്തോഷം, ക്ഷമ, കാപട്യമില്ലായ്മ. ഇന്ത്യയിൽ നിലനിൽക്കുന്ന കാപട്യത്തിന്റെ പേരാണ് ബ്രാഹ്മണ്യം എന്നുള്ളത്. കാപട്യമില്ലായ്മയല്ല, എന്നിലുള്ള ഭക്തി. അതായത് വർണ്ണാശ്രമ ധർമ്മം ഉണ്ടാക്കി വെച്ച ഈശ്വര സങ്കല്പത്തെ വിശ്വസിക്കുന്നവരാണ് ബ്രാഹ്മണർ എന്ന് സാരം.
ഇനി ക്ഷത്രിയന്റെ ലക്ഷണം വിവരിക്കുന്നുണ്ട്. തേജോബലം ധൃതിശൗര്യം തിദിക്ഷൗദാര്യമുദ്യമ സ്ഥൈര്യം ബ്രഹ്മണ്യതൈശ്വര്യം ക്ഷത്രപ്രകൃതസ്ഥിമാഹ. എന്താണ് ക്ഷത്രിയന്റെ ലക്ഷണങ്ങൾ? തേജസ്, ബലം, ധൈര്യം, ശൗര്യം, തിദിക്ഷ, ഔദാര്യം, ഉദ്യമ, സ്ഥൈര്യം, ബ്രാഹ്മണനിൽ പ്രീതി. ബ്രാഹ്മണനോട് ഭക്തി ഉണ്ടായിരിക്കുന്നവനായിരിക്കണം ആര്? ക്ഷത്രിയൻ. അതുകൊണ്ടാണ് ശൂദ്ര രാജാക്കന്മാർ വന്നപ്പോൾ അവരോട് ബ്രാഹ്മണർക്ക് ഇത്രയധികം നീരസം ഉണ്ടായത്. ബ്രാഹ്മണരിൽ ഭക്തി ഇല്ലാത്തവരാണ് രാജ്യം ഭരിക്കുന്നത് എന്നതുകൊണ്ടാണ് ബ്രാഹ്മണ്യത്തിന് ശൂദ്ര രാജാക്കളോടും അതിശൂദ്രരോടും ഇത്രയേറെ അസഹിഷ്ണുത. ഇനിയും ശൂദ്രന്മാരുടെ കർത്തവ്യം എന്താണെന്ന് പറയുന്നു. ശുശ്രൂഷണം ദ്വിജഗവാം ദേവാനാം ചാപ്യമായ തത്ര ലബ്ധേന സന്തോഷ ശൂദ്രപ്രകൃതയസ്തിമാഹ. ഇത് പറയുന്നത് മനുസ്മൃതി ഒന്നുമല്ല കേട്ടോ, ഭാഗവത പുരാണമാണ് ഈ പറയുന്നത്. അതായത് ബ്രഹ്മജ്ഞന്മാർ, പശുക്കൾ, ദേവന്മാർ മുതലായവരെ കാപട്യമില്ലാതെ ശുശ്രൂഷിക്കുക. അതായത് ഗാന്ധി പറയുന്നത് പോലെ മലം വാരുന്നതിൽ ഗവേഷണം നടത്തണമെന്നാണ് പറഞ്ഞു വെക്കുന്നതിന്റെ സാരം. അങ്ങനെ കാപട്യമില്ലാതെ ഗവേഷണം എങ്ങനെയാണ് സേവിക്കേണ്ടത് എന്ന് ഗവേഷണം നടത്തി സേവിക്കുക എന്ന്. ഇത് ശൂദ്രന്റെ സ്വാഭാവിക ധർമ്മമാകുന്നു. ഒരു ശൂദ്രൻ ഈ ജോലി അല്ലാതെ മറ്റൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ് ഭാഗവത പുരാണം പറയുന്നത്. ഇനി ചാതുർവർണ്ണയ ബാഹ്യരായിട്ടുള്ള സ്വഭാവം എന്തൊക്കെയാണ് എന്ന് നോക്കാം. അശൗചം അനൃതം സ്തേയം നാസ്തിക്യം ശുഷ്കവിഗ്രഹ കാമക്രോധശ്ച തർശശ്ച സ്വഭാവോ അന്തേയസായിനാം. അതായത് വർണ്ണാശ്രമഹീനരായ ചാതുർവർണ്ണയത്തിന് പുറത്തുള്ള ആളുകളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അശുചിത്വം. ചാതുർവർണ്ണയ ബാഹ്യരായ സമൂഹത്തിന് അവർ അശുചിയായിരിക്കും. അവർ അസത്യം മാത്രമേ പറയൂ. അവർ മോഷ്ടാക്കളാണ്. അവർ ഈശ്വരവിശ്വാസികളല്ല. അവരാവശ്യമില്ലാതെ കലഹിക്കും. അവർക്ക് കാമം, ക്രോധം, തൃഷ്ണ എന്നിവയെല്ലാം ഈ വർണ്ണാശ്രമ വിഹീനരുടെ ലക്ഷണമായിട്ടാണ് ഭാഗവത പുരാണം പറഞ്ഞു വെക്കുന്നത്. കൂടാതെ ചാതുർവർണ്ണയബദ്ധമായൊരു വ്യവസ്ഥയ്ക്കകത്ത് വിവാഹ സമ്പ്രദായം നിലനിർത്തുന്നതിനും ഭാഗവത പുരാണം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഈ ഭാഗവത പുരാണം തന്നെ നിരന്തരം ഉദ്ധരിക്കാൻ കാരണം ഇത്രയധികം പ്രചാരത്തിൽ ഇരിക്കുകയും അതെന്തോ ദിവ്യ സാധനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഇറങ്ങി നടക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഭാഗവത പുരാണം ഇത്രയധികം കൂട്ടി ചെയ്യേണ്ടി വരുന്നത്. ഗൃഹാർത്ഥി സദൃശീം ഭാര്യാം ഉദ്വേഹേ തജുഗുപ്സിതാം യവിയസീം ദുവയസാ താം സവർണാം അനുക്രമാത്. അതായത് ഗൃഹസ്ഥാശ്രമം ആഗ്രഹിക്കുന്നവൻ, ഒരു കുടുംബ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എന്ത് വേണം? വയസ്സുകൊണ്ട് താഴെയുള്ളവളായും കുലം കൊണ്ടും ലക്ഷണം കൊണ്ടും, കുലസ്ത്രീ ഓർക്കണം, കുലം കൊണ്ടും ലക്ഷണം കൊണ്ടും അനിന്ദിതയും നിന്ദിതയല്ലാത്തവൾ സമാന വർണ്ണത്തിലുള്ളവളുമായ പത്നിയെ വിവാഹം ചെയ്യണം എന്നാണ്. അതായത് സ്വന്തം വർണ്ണത്തിൽപ്പെടാത്തവരെ വിവാഹം ചെയ്യരുത് എന്നാണ് ഭാഗവത പുരാണം പറയുന്നത്. ഈ ഭാഗവത പുരാണമാണ് 7 ദിവസം അവിടെ ഇരുന്ന് വായിക്കുന്നതെന്ന് ഓർക്കണം. യഥാർത്ഥത്തിൽ ഭരണഘടനാവിരുദ്ധമായ, നിങ്ങൾ ജാതിയിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് ഭാഗവത പുരാണം പറഞ്ഞു വെക്കുന്നത്. കാമാതിശയത്താൽ, കാമം കൊണ്ടോ ആഗ്രഹം കൊണ്ടോ മറ്റു വർണ്ണത്തിലുള്ളവരെ വിവാഹം ചെയ്യണമെങ്കിൽ വർണ്ണാനുക്രമ ധർമ്മം അനുസരിച്ച് മാത്രം ചെയ്യണം എന്നും ഭാഗവത പുരാണം പറഞ്ഞു വെക്കുന്നു. ഇജ്ജ അധ്യയനദാനാനി സർവേഷാം ച ദ്വിജന്മനാം പ്രതിഗ്രഹോ അധ്യാപനം ച ബ്രാഹ്മണസ്യൈവ യാചനം. നമ്മുടെ ചിദാനന്ദപുരിയുടെ കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. അവരെ പോലുള്ളവർ പറഞ്ഞു വെക്കുന്നത് ആർക്കും ബ്രാഹ്മണനാകാമെന്നുള്ളൊരു കാര്യമാണല്ലോ. ഭാഗവത പുരാണം പറയുന്നത് അധ്യാപനവും യജിപ്പിക്കലും ബ്രാഹ്മണന്റെ മാത്രം ധർമ്മമാണെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. പ്രതിഗ്രഹോ അധ്യാപനം ച ബ്രാഹ്മണസ്യൈവ യാചനം, ബ്രാഹ്മണന്റെ മാത്രം കർമ്മമാണ്. അതായത് ആർക്കും ബ്രാഹ്മണനാകാനൊന്നും പറ്റില്ല, ജന്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം എന്നാണ് ഈ പുരാണങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഇനി ഞാൻ മറ്റൊരു വിഷയം, ഒരു 2 വിഷയം കൂടി പറഞ്ഞുകൊണ്ട് എന്റെ ഈ ഭാഷണം അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. തീർത്ഥ സങ്കല്പവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. തീർത്ഥാടനം വളരെയധികം പ്രസിദ്ധമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നാം കടന്നു പോകുന്നത്. എപ്പോഴാണ് ഈ തീർത്ഥാടനം ഉണ്ടായത് എന്നുള്ള ചരിത്രം നാം പരിശോധിക്കേണ്ടതുണ്ട്. അതായത് 8-9 നൂറ്റാണ്ടോടുകൂടി പൊതുവർഷാരംഭത്തിൽ തന്നെ വൈദികങ്ങളായ യാഗയജ്ഞാതി കർമ്മങ്ങൾക്ക് വലിയ കോട്ടം വരുന്നുണ്ട്. ആരും യാഗവും യജ്ഞമൊന്നും ചെയ്യുന്നില്ല. യാഗയജ്ഞാതി കർമ്മങ്ങൾക്ക് കോട്ടം തട്ടുകയും യാഗയജ്ഞാതി കർമ്മങ്ങളുടെ ഒരു പ്രധാന സംഗതി എന്ന് പറഞ്ഞാൽ അതിനകത്ത് മൃഗബലി ധാരാളം ആവശ്യമായി വരുന്നു എന്നുള്ളതാണ്. പശുക്കളെയും മൃഗങ്ങളെയും ഒക്കെ തന്നെ ധാരാളമായി കൊലവിളിക്കുന്ന ഒരു പരിപാടിയാണ് യഥാർത്ഥത്തിൽ ഈ യാഗം എന്ന് പറയുന്നത്. ഈ കൃഷി ആരംഭിക്കുകയും വിജയനാഥ് പുരാണാസ് ആൻഡ് അക്കൾച്ചറേഷൻ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്ന കൃഷി ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന യാഗയജ്ഞാതി കർമ്മങ്ങൾ തുടർന്നു പോകാൻ സാധ്യമല്ല. അതുകൂടാതെ കാരണം
മൃഗങ്ങളെ ആവശ്യമുണ്ട് കൃഷിക്ക് വേണ്ടി. അപ്പൊ ഈ മൃഗങ്ങളെയെല്ലാം ധാരാളമായി കൊല്ലുന്ന ഒരു യാഗയജ്ഞ സംസ്കാരം നിലനിർത്തിക്കൊണ്ടുപോകാൻ പ്രയാസമാണ്. അക്കാലത്തോടുകൂടി ഉണ്ടാകുന്ന ബുദ്ധമതത്തിന്റെ ഒരു ഹിംസക്കെതിരായ ഒരു പ്രത്യയശാസ്ത്രവും വിശ്വാസവും രൂപപ്പെട്ടു വരുന്നു. ഇതെല്ലാം തന്നെ ബ്രാഹ്മണരെ വൈദികമായ യാഗയജ്ഞാതി കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനിടയാക്കുന്നുണ്ട്. കൂടാതെ ജനസംസ്കാരത്തിൽ നിലനിന്നിരുന്ന താന്ത്രികമായ ആചാരാനുഷ്ഠാനങ്ങളുടെ വലിയ ജനപ്രിയത, ഈ ജനപ്രിയതയിലേക്ക് ഇനിയും പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ജനസംസ്കാരത്തിന്റെ ഭാഗത്തേക്ക് കടന്നേ കഴിയൂ എന്ന് മനസ്സിലാക്കിയ ബ്രാഹ്മണ പൗരോഹിത്യം ക്രമേണ യാഗയജ്ഞാതി പാരമ്പര്യങ്ങൾ ഉപേക്ഷിക്കുന്നു. അതായത് യാഗയജ്ഞത്തിന്റെ സംസ്കാരം അവർ നിലനിർത്തിക്കൊണ്ട് തന്നെ യാഗയജ്ഞാതി കർമ്മങ്ങൾ കുറേശ്ശെയായി പരിത്യജിച്ചുകൊണ്ട് താന്ത്രിക ക്രിയകളിലേക്കും തീർത്ഥാടന സ്ഥലികളിലേക്കും അവർ കടന്നു ചെല്ലുകയാണ്. അതിന്റെ ഉദാഹരണമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നമുക്ക് ചില പുരാണങ്ങൾ പരിശോധിക്കുമ്പോൾ അറിയാം. അതായത് നിരവധി സോമയജ്ഞങ്ങൾ ചെയ്യുന്നതിലും ശ്രേഷ്ഠമാണ് തീർത്ഥസ്ഥാനത്തേക്കുള്ള തീർത്ഥാടനം എന്ന് സ്കന്ദപുരാണത്തിൽ പറയുന്നുണ്ട്. അതായത് ഈ സ്കന്ദപുരാണത്തിന്റെയൊക്കെ രചനാഘട്ടമാകുന്നതോടുകൂടി സോമയജ്ഞങ്ങൾക്കും വൈദികമായ യാഗയജ്ഞങ്ങൾക്കും ഉപരിയായി തീർത്ഥാടനങ്ങൾക്ക് പ്രസിദ്ധി കൈവരുന്നു എന്നുള്ളതാണ്. അപ്പൊ വിജയനാഥ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ആദിമ നിവാസികളും ഗോത്ര സമൂഹത്തിൽപ്പെട്ടവരും ഏതെങ്കിലും വൃക്ഷത്തിന്റെ ചുവട്ടിലോ ഏതെങ്കിലും മലമുകളിലോ ഒക്കെ ആരാധിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലേക്ക് പതുക്കെ ബ്രാഹ്മണർ കടന്നു കയറുന്നു. അവിടുത്തെ ആരാധന ബ്രാഹ്മണർ ഏറ്റെടുക്കുന്നു. ശബരിമല നമ്മുടെ മുമ്പിൽ ഉദാഹരണമായിട്ട് നിലനിൽക്കുകയാണല്ലോ. പതുക്കെ കടന്നു കയറുന്നു, എന്നിട്ട് അവിടെ അധികാരം സ്ഥാപിക്കുന്നു. ക്രമേണ ഈ തീർത്ഥാടന സ്ഥാനത്തിന്റെ സമ്പൂർണ്ണ അധികാരവും ബ്രാഹ്മണ്യം ഏറ്റെടുക്കുകയും തീർത്ഥാടന സ്ഥലത്ത് ചെന്ന് നദിയിൽ മുങ്ങിക്കുളിക്കുന്നതും ബ്രാഹ്മണന് ദാനം കൊടുക്കുന്നതിലൂടെയും എല്ലാവിധ പാപങ്ങളും നശിക്കുമെന്നും ആളുകൾ ഇന്നും ഇപ്പോഴും ധാരാളം ജനലക്ഷങ്ങൾ അത് വിശ്വസിച്ചാണ് തീർത്ഥാടനത്തിന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ എല്ലാ പാപങ്ങളും തീർത്ഥാടനത്തിലൂടെ പരിഹരിക്കപ്പെടുമെന്നുള്ള സിദ്ധാന്തമാണ് പുരാണങ്ങൾ ആവിഷ്കരിച്ചു വെച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ശൂദ്രന്റെയും അതിശൂദ്രന്റെയും ദളിതന്റെയും കയ്യിലിരിക്കുന്ന ധനം എത്രയോ ചെറുതാണെങ്കിലും ആ ധനം മുഴുവൻ കൈക്കലാക്കാനുള്ള ബ്രാഹ്മണ്യത്തിന്റെ തന്ത്രമാണ് യഥാർത്ഥത്തിൽ ഈ തീർത്ഥാടനം എന്ന് പറയുന്ന സങ്കല്പം. അതിന് നിരവധി തെളിവുകളുണ്ട്. പാപപുണ്യ സങ്കല്പത്തിലൂടെയാണ് ഈ തീർത്ഥസ്ഥാന സങ്കല്പങ്ങളെ ബ്രാഹ്മണ്യം വളർത്തിയെടുത്തുകൊണ്ട് വന്നത്. പാപത്തെപ്പറ്റി തന്നെ വിശദമായി സംസാരിക്കേണ്ടതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അത്രയേറെ സങ്കീർണവും വിശദമായി പഠിക്കേണ്ട ഒരു സംഗതിയാണ് ഇന്ത്യയിൽ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ട പാപപ്രായശ്ചിത്ത സങ്കല്പങ്ങൾ. അതായത് എന്തൊക്കെ പാപം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിലും ബ്രാഹ്മണന് ദാനം കൊടുക്കുന്നതിലൂടെ, തീർത്ഥസ്ഥാനത്ത് ചെന്ന് തീർത്ഥാടനത്തിൽ മുങ്ങുന്നതിലൂടെ ഒരുവന്റെ പാപമെല്ലാം നശിക്കും എന്നും ഇഹലോകത്തുണ്ടാകുന്ന എല്ലാവിധ പരിഹാരങ്ങളും തീർത്ഥാടനത്തിലൂടെ പരിഹരിക്കപ്പെടുമെന്നും അടുത്ത ജന്മത്തിലെങ്കിലും മോക്ഷവും ഉയർന്ന ജാതി പദവിയും കിട്ടുമെന്നും തീർത്ഥാടന സങ്കല്പം മുന്നോട്ട് വെക്കുന്നു. അതായത് മിക്കവാറും ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്ത്യയിൽ ഇത്ര അസമത്വപൂരിതമായ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നിട്ടും എന്തുകൊണ്ടാണ് ആ ജാതി വ്യവസ്ഥക്കെതിരെ ഒരു കലാപം ഉണ്ടാകാത്തത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യ ജാതി വ്യവസ്ഥ ആചാരബദ്ധമായി, അനുഷ്ഠാനബദ്ധമായി, വിശ്വാസബദ്ധമായി നിലനിന്നു എന്നുള്ളതാണ്. അതായത് ജാതിക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ പാപത്തിന് കാരണം മുജ്ജന്മത്തിലെ പാപമാണ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ബ്രാഹ്മണ്യം ഉണ്ടാക്കിയെടുത്തു. ആ സിദ്ധാന്തത്തിലൂടെ കീഴാളരുടെയും ദളിതരുടെയും കലഹങ്ങളെയും സമരമാർഗങ്ങളെയും സമ്പൂർണമായി അടച്ചു കളയുമെന്നും ഈ ജന്മത്തിൽ കീഴാളരെ, ദളിതരെ, പിന്നോക്ക ജാതി വിഭാഗങ്ങളെ നിങ്ങൾ ബ്രാഹ്മണ്യത്തിന്റെ തീട്ടൂരം അനുസരിച്ച് ജീവിച്ചാൽ അടുത്ത ജന്മം നിങ്ങൾക്ക് ഉന്നത കുലത്തിൽ ജനിക്കാമെന്നുള്ള വാഗ്ദാനമാണ് പുരാണങ്ങൾ നരക, പുണ്യ, പാപ, തീർത്ഥസ്ഥാന സങ്കല്പങ്ങളിലൂടെ മുന്നോട്ട് വെച്ചത്. അതായത് ഏത് വർണ്ണത്തിൽപ്പെട്ടവർക്കും, വർണ്ണവാഹ്യർക്കാകട്ടെ സ്ത്രീകൾക്കാകട്ടെ, രോഗമോചനത്തിനും പാപമോചനത്തിനും തീർത്ഥസ്ഥാനം ഉത്തമമാണെന്ന് മത്സ്യപുരാണവും വാമനപുരാണവും ഭാഗവത പുരാണവും എല്ലാം പറയും. ഇങ്ങനെ ഈ തീർത്ഥാടനം എന്ന് പറയുന്ന ഒരു സങ്കല്പം ആവിഷ്കരിച്ചതോടുകൂടി മുഴുവൻ ക്ഷേത്ര സങ്കല്പങ്ങളെയും വിശ്വാസ സങ്കല്പങ്ങളെയും ബ്രാഹ്മണ്യത്തിന്റെ കുടക്കീഴിലാക്കുവാൻ പൗരോഹിത്യത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. യഥാർത്ഥത്തില് പുരാണാസ് ആൻഡ് അക്കൾച്ചറേഷൻ, ഞാനിപ്പോ നിരന്തരം സൂചിപ്പിക്കുന്ന ഒരു പഠനം, ആ പഠനത്തിൽ വിജയനാഥ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഈ തലമുണ്ടനം ചെയ്യുന്ന അനുഷ്ഠാനവും വ്രതവും ജപവും എല്ലാം തന്നെ ഫോക്ലോർ പാരമ്പര്യത്തിൽ നിലനിന്നൊരു അനുഷ്ഠാനമായിരുന്നുവെന്നും ബ്രാഹ്മണർ അത് സ്വാംശീകരിച്ച് തങ്ങളുടെ ആചാരാനുഷ്ഠാനമാക്കുകയായിരുന്നു എന്നും വിജയനാഥ് നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ തീർത്ഥസ്ഥാനങ്ങളോട് ചേർന്ന് ഞാൻ ഭൂമിദാനത്തെ പറ്റി സൂചിപ്പിച്ചു. ഒരു
ഏതെങ്കിലും ആദിമനിവാസികളോ ഗോത്രസ്ഥാനീയരായിട്ടുള്ള ആളുകളോ ആരാധിച്ചിരുന്ന ഒരു സ്ഥലം എങ്ങനെയാണ് ബ്രാഹ്മണർ കൈക്കലാക്കുന്നത്? അതായത് തീർത്ഥസ്ഥലം ബ്രാഹ്മണർക്ക് ദാനം നൽകുന്നത് ഉത്തമമാണ് എന്നുള്ള സിദ്ധാന്തം ആവിഷ്കരിക്കപ്പെട്ടു. അതായത് ഏതെങ്കിലും സ്ഥലം ആരാധനായോഗ്യമാണെങ്കിൽ ആ ആരാധനായോഗ്യമായ സ്ഥലം ബ്രാഹ്മണന് ദാനം ചെയ്യുക. അങ്ങനെ ദാനം ചെയ്യുന്നതിലൂടെ പുണ്യം കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം ജനലക്ഷങ്ങളുടെ ഇടയിലേക്ക് കൊടുക്കുന്നതിലൂടെ ഈ തീർത്ഥസ്ഥാനത്തെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കുന്നതിനും സമ്പൂർണമായത് അധിനിവേശത്തിന് വിധേയമാക്കുന്നതിനും സാധിച്ചു. ഇതൊരു സ്വപ്ന ദർശനത്തിലൂടെയൊക്കെയാണ് ഈ തീർത്ഥസ്ഥാനം കൈക്കലാക്കുന്നത്. അതായത് ഒരിക്കൽ രാജാവിന് ഒരു സ്വപ്ന ദർശനത്തിൽ ഭഗവാൻ വിഷ്ണു വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, ഇന്നടത്തൊരു തീർത്ഥസ്ഥാനം, അവിടെ നീ എനിക്ക് വേണ്ടി അമ്പലം പണിയണം. തീർന്നു. അതോടുകൂടി രാജാവും ബ്രാഹ്മണരും അവിടെ ചെല്ലുന്നു, ആദിവാസികളെല്ലാം അടിച്ചു പുറത്താക്കുന്നു, അവിടെ ക്ഷേത്രം പണിയുന്നു. ഇങ്ങനെ ക്ഷേത്രം കൈക്കലാക്കിയതിന്റെ ആദിവാസികളുടെയും ഗോത്രമനുഷ്യരുടെയും അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ ബ്രാഹ്മണർ കൈക്കലാക്കിയതിന്റെ നിരവധി ചരിത്രങ്ങൾ നമുക്ക് കാണാം. അതായത് സ്കന്ദപുരാണത്തിൽ തിരുപ്പതിയെ പറ്റി പറയുന്നുണ്ട്. തിരുപ്പതിയുടെ മഹാത്മ്യത്തിന്റെ പുരാണത്തിൽ വിശദീകരിക്കുന്നത് ആദ്യകാലത്ത് അവിടെ ഈ നെല്ല് പോലെയുള്ള ഒരു സാധനം, ചാമ കൃഷി ചെയ്തിരുന്ന ഗോത്ര സമുദായം വസിച്ചിരുന്ന സ്ഥലമാണ് തിരുപ്പതി. ഈ തിരുപ്പതിയിലെ ചാമ കൃഷി ചെയ്തിരുന്ന ഗോത്രനിവാസികളാണ് ഈ പറയുന്ന അവിടെ ആരാധന നടത്തി വന്നിരുന്നത്. പക്ഷെ പിൽക്കാലത്ത് ബ്രാഹ്മണർ അത് കടന്നു വരികയും ഈ പറയുന്ന ചാമ കൃഷി ചെയ്യുന്ന ഗോത്ര വിഭാഗത്തെ പുറത്താക്കുകയും ബ്രാഹ്മണർ ഈ ക്ഷേത്രം കൈക്കലാക്കുകയും ചെയ്തതിന്റെ ഒരു ചരിത്രം നമുക്ക് സ്കന്ദപുരാണത്തിൽ തിരുപ്പതി ക്ഷേത്ര മഹാത്മ്യത്തിൽ കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ തീർത്ഥസ്ഥാനങ്ങൾ ആധുനിക ഘട്ടത്തിലും രൂപവൽക്കരിക്കപ്പെടുന്നുണ്ട് എന്നൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. അതായത് എന്റെ ഗ്രാമത്തിൽ ഒരു പമ്പാ നദിയുടെ ഒരു കൈത്തോടുണ്ട്. ഈ കൈത്തോട് അടുത്ത കാലഘട്ടത്തിൽ, ഈ വളരെ അടുത്ത് 2-3 വർഷത്തിനുള്ളിൽ ഈ കൈത്തോട്ടിലേക്ക് എന്റെ ഗ്രാമത്തിലുള്ള വിയപുരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി അവിടുത്തെ വിഗ്രഹവും എഴുന്നള്ളിച്ചുകൊണ്ട് ഈ തോട്ടിലേക്ക് വരും, ഈ കൈവഴിയിലേക്ക്. ആദ്യത്തെ ഒരു 2-3 വർഷം ഈ നദിയിൽ മുങ്ങിക്കുളിച്ചവർ തിരികെ പോയി. ഞാൻ അടുത്തിടെ ഗ്രാമത്തിൽ പോയപ്പോൾ അവർ ഒരു ബോർഡ് വെച്ചിരിക്കുന്നു. ഭഗവത് തീർത്ഥം എന്നാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. ഭഗവാന്റെ തീർത്ഥം. നോക്കണേ, ഒരു തീർത്ഥം ഉണ്ടായി വരുന്നതിന്റെ ചരിത്രമാണ് നമുക്ക് മനസ്സിലാക്കുക. ആധുനിക ഘട്ടത്തിലും ഇങ്ങനെ തീർത്ഥാടന കേന്ദ്രങ്ങൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണോ ബ്രാഹ്മണ്യത്തിന്റെ എതിരാളികൾ, ആ ബ്രാഹ്മണ്യത്തിന്റെ എതിരാളികളെല്ലാം സമ്പൂർണമായി ബ്രാഹ്മണ്യത്തിന്റെ കുടക്കീഴിലാക്കുന്നതിന് അവതാരവാദങ്ങളിലൂടെയും സാധിച്ചു. ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ബുദ്ധനെ അവതാരമാക്കുന്ന സങ്കല്പം ഇതാണ്: തതക്കലോ സംപ്രവൃത്തേ സമ്മോഹായ സുരദ്വിഷാം ബുദ്ധോ നാംന അജനസ്തുത കീകടേഷു ഭവിഷ്യതി എന്ന് പറയുന്നു. അതായത് കലി ശക്തി പ്രാപിക്കുമ്പോൾ ഭഗവാന്റെ അവതാരമായി ബുദ്ധൻ ഉണ്ടാകുമെന്നാണ് ഭാഗവതം പറയുന്നത്. അതായത് ബുദ്ധൻ ഏതിനാണോ എതിർന്നു നിന്നത്, അങ്ങനെ എതിർന്നു നിൽക്കുന്നവരെ എല്ലാം തന്നെ സമ്പൂർണ്ണമായി ബ്രാഹ്മണ്യത്തിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് ആ എതിർ ശബ്ദങ്ങളെല്ലാം അവസാനിപ്പിക്കുന്ന ഒരു അക്കൾച്ചറേഷൻ പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ പുരാണങ്ങൾ നിരന്തരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വർത്തമാന കാലഘട്ടത്തിൽ സയൻസ് വിരുദ്ധമായ, മനുഷ്യവിരുദ്ധമായ, സാഹോദര്യത്തിനും സമത്വത്തിനും വിരുദ്ധമായ തത്വശാസ്ത്രങ്ങളെയാണ് യഥാർത്ഥത്തിൽ പുരാണങ്ങൾ ആവിഷ്കരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആധുനിക മനുഷ്യൻ എന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടനയെ നാം ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ പുരാണങ്ങളെയല്ല നാം തലയിലേറ്റേണ്ടത്, ആധുനിക മൂല്യവ്യവസ്ഥകളെയാണ്. ശാസ്ത്രവിരുദ്ധമായ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഈ പുരാണങ്ങൾക്കുള്ള പങ്ക് ചെറുതൊന്നുമല്ല. ആചാരാനുഷ്ഠാനങ്ങളെയും അത് ജാതിബദ്ധമായ വർണ്ണാശ്രമ ധർമ്മത്തെയും സ്ഥാപനവൽക്കരിക്കുന്നതിൽ പുരാണങ്ങൾക്കുള്ള പങ്ക് ചെറുതല്ല. ആ നിലയ്ക്ക് പുരാണങ്ങൾ പൂണൂലിട്ട പുരാണങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.